നമസ്കാരം. പയണ്ടിപ്പേരിലേക്ക് സ്വാഗതം. പാക് ഭീകരതയ്ക്കെതിരെ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ഒറ്റക്കെട്ടായി രാജ്യത്തിനായി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് പിന്തുണ ഉറപ്പാക്കുമ്പോൾ രാജ്യത്ത് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനത്തിലാണ്. വിദേശമന്ത്രി എസ് ജയശങ്കർ മറുപടി നൽകണമെന്ന ആവശ്യം രാഹുൽ ഗാന്ധി ഓരോ ദിവസവും ആവർത്തിക്കുകയാണ്. പാകിസ്ഥാനുമായി ഇന്ത്യയെ താരതമ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയെന്നാണ് ഇപ്പോഴത്തെ പ്രധാന ആരോപണം. ജെ എന്നുള്ള സംബോധനയും BJPയുടെ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ വിജയം കോൺഗ്രസിന് അംഗീകരിക്കാൻ മടിയോ? പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. പേരിൽ ശ്രീ MS വേണുഗോപാൽ, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ മിഥുൻ വിജയകുമാർ, ശ്രീ നിജേഷ് അരവിന്ദ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ MS വേണുഗോപാൽ. രാഹുൽ ഗാന്ധി ഓരോ ദിവസവും ട്വിറ്ററിൽ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം വിദേശമന്ത്രി എസ് ജയശങ്കറിനെതിരെയാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഇപ്പോൾ ആ ചോദ്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയുടെ നിലപാടിനെ അംഗീകരിക്കാത്ത രീതിയിലുള്ള പുതിയ ചോദ്യങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജെ എന്നുള്ള ഒരു സംബോധനയാണ് ജയശങ്കറിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം ജെ എന്ന് സംബോധന ചെയ്യുകയാണ്. അതൊരു പരിഹാസമാണല്ലോ. എന്താണ് ജെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ അതിന് മറുപടി പറയുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പല വ്യാഖ്യാനങ്ങളും വരുന്നുമുണ്ട്. ശരിയാണോ രാഹുൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ? തീർച്ചയായിട്ടും ശരിയല്ല. പ്രത്യേകിച്ച് നമ്മൾ ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധസമാനമായ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. നമ്മളെ ഇകഴ്ത്തിക്കെട്ടാനായിട്ട് പാകിസ്ഥാൻ അവരുടെ ആവനാഴിയിലെ അവസാനത്തെ ആയുധം വരെ എടുത്ത് പ്രയോഗിക്കുന്നു. ഇന്ത്യയിലെ നേതാക്കളുടെ ശബ്ദം, ഇന്ത്യയിലെ നേതാക്കളുടെ വാക്ക് ഒക്കെയാണ് അവർ ലോകത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് പോകാൻ പാടില്ല. അത് രാജ്യത്തിന് ദോഷം ചെയ്യുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ വിദേശകാര്യമന്ത്രിയൊക്കെ വളരെയധികം, ശ്രീ ജയശങ്കർ ആകട്ടെ, വളരെയധികം പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ഫേസ് നമുക്ക് നിലനിർത്തുന്നതിന്. അതുപോലെ നമ്മൾ ചെയ്ത എഫേർട്ട് എന്തായിരുന്നു, നമ്മൾ പാകിസ്ഥാനുമായിട്ട് നടത്തിയ അത് വാറായിരുന്നോ അതോ ടെററിസത്തിനെതിരായ വാറായിരുന്നോ എന്നുള്ളത് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പാകിസ്ഥാനാണെങ്കിൽ ഇത് ഞങ്ങളെ അറ്റാക്ക് ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറയുന്നത് ടെററിസത്തിനെതിരായ വാറാണെന്ന്. അത് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഇത്തരം കണക്കുകൂട്ടലുകൾ വരുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിൽ പറയുന്നത്, ഇന്നലെയാണ് അദ്ദേഹം ഈ ട്വീറ്റ് കുറിച്ചിരിക്കുന്നത്. അതിന് മുൻപത്തെ ട്വീറ്റുകൾ അദ്ദേഹം ഓരോ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ പുതിയ ട്വീറ്റുകളാണ് വരുന്നത്. വൈ ഹാസ് ഇന്ത്യ ബീൻ ഹൈഫനേറ്റഡ് വിത്ത് പാകിസ്ഥാൻ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അതിപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണമാണല്ലോ. ഇന്ത്യയെ പാകിസ്ഥാനുമായി ലോക രാജ്യങ്ങൾ താരതമ്യം ചെയ്ത് പറയാൻ തുടങ്ങി. അതായത് ഇന്ത്യക്കൊരു മേൽക്കൈ അവിടെ കിട്ടുന്നില്ല എന്നാണല്ലോ ആ വാദം. പിന്നെ പറയുന്നത് വൈ ഡിഡ്ന്റ് സിംഗിൾ കൺട്രി ബാക്ക് അസ് ഇൻ കണ്ടംനിങ് പാകിസ്ഥാൻ എന്നാണ്. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യക്ക് പിന്തുണ നൽകുന്നില്ല ഒരു രാജ്യവും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പിന്നെ ഹു ആസ്ക്ഡ് ട്രംപ് ടു മീഡിയേറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ? അത് നേരത്തെ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു പുതിയ രീതിയിലുള്ള അവതരണവുമാണ്. ഇതെല്ലാം മറുപടി അർഹിക്കുന്ന കാര്യങ്ങളാണല്ലോ, ആണോ? കാരണം ഇത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത്. കാരണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പാക് മീഡിയകൾ ഇപ്പോൾ ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. നോക്കൂ, ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ കാര്യമാണ്. അതേ സമയത്ത് തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ ലോകരാജ്യങ്ങളുടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടി സംഘത്തെ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസ രൂപത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ മീഡിയകൾ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത്. കാരണം പാകിസ്ഥാന്റെ അതേ വാചകങ്ങൾ നമ്മുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പിന്നീട് നിഷേധിക്കേണ്ടി വരും. നമ്മുടെ വേൾഡ് എമ്പാടുമുള്ള നമ്മുടെ ശബ്ദം ഇന്ത്യയുടെ ശബ്ദവും ഇന്ത്യയുടെ ഒറ്റക്കെട്ടായ ശബ്ദവുമാണെന്ന് നമ്മൾ പറയുകയും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വേറൊരു ശബ്ദം പറയുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കത് പിന്നീട് നിഷേധിക്കേണ്ടതായിട്ട് വരികയും അങ്ങനെ നിഷേധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പണ്ട് ജസ്വന്ത് സിംഗ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൻ്റെ കാലത്തെടുത്തിട്ടുള്ള പല നയങ്ങളും ഐഡിയോളജിസ്റ്റ് എന്ന നിലയ്ക്കായിരുന്നു. ഒരു തത്വസംഹിത, ഒരു ഫിലോസഫി എന്ന നിലയ്ക്ക് മാത്രമാണ് അവർ പിന്നെ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടുള്ളതും മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതും. അതുകൊണ്ടുണ്ടായ നഷ്ടങ്ങൾ നമുക്ക് വളരെ വലുതാണ്. അത് ജവഹർലാൽ മുതൽ രാഹുൽ ഗാന്ധി വരെയും അത് ആവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പല കാലഘട്ടങ്ങളിൽ കാണാൻ കഴിയും. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം
1998 നമ്മൾ ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചപ്പോൾ മുതലാണ് ഇന്ത്യ ഫസ്റ്റ് എന്നുള്ള ഒരു തിയറിയിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷിതത്വമാണ് പ്രധാനം എന്ന ഒരു തിയറിയിലേക്ക് നമ്മൾ വന്നത്. 1988 രാജീവ് ഗാന്ധി ബൻസീർ ഭൂട്ടോയുമായിട്ട് പിന്നെ ആണവ കരാറിൽ ഏർപ്പെടുകയും നമ്മൾ രണ്ടു കൂട്ടരും ആണവ യുദ്ധം നടത്താനുള്ള അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ പരസ്പരം പോരടിക്കാനായിട്ട് എടുക്കുകയില്ലെന്ന് നമുക്ക് തീരുമാനമുണ്ടാക്കി. പക്ഷേ അതെല്ലാം പൊളിച്ചുകൊണ്ടല്ലേ ഇപ്പം പിന്നെ കഴിഞ്ഞ തവണ നടന്ന പിന്നെ വാർ സമാനമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പറഞ്ഞത് ഞങ്ങൾ ആവശ്യം വന്നാൽ ഞങ്ങൾ ന്യൂക്ലിയർ പവറാണ്, ഞങ്ങളത് ഉപയോഗിക്കുമെന്നാണ്. ഇതുപോലെ പിന്നെ നമ്മൾ ഒരു രാജ്യത്തെ മാത്രമല്ല, പല രാജ്യങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള എഗ്രിമെൻറ്റുകളൊക്കെ എന്താണ്, ഈ ശ്രീലങ്കയിൽ നമ്മൾ നടത്തിയ എഗ്രിമെൻ്റ് എന്താണ്, IPKF എന്ന് പറഞ്ഞ്. അവിടെ നമുക്ക് വന്ന നാശം എത്രയാണ്? 1200 പട്ടാളക്കാരാണ് നമ്മൾ വെറുതെ പോയി ശ്രീലങ്കയിൽ പിന്നെ മരണമടഞ്ഞത്. അതുപോലെ തന്നെ 3500 പേർക്ക് പരിക്ക് പറ്റി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? LTTEയുടെ കേന്ദ്രമായിരുന്ന ജാഫ്ന നമ്മുടെ ആർമിയെ വെച്ച് പിടിച്ചടക്കുകയാണ് ചെയ്തത്. പിടിച്ചടക്കി അത് ശ്രീലങ്കയിൽ കൊടുത്തിട്ട് വന്നിട്ട് നമുക്ക് വല്ല നേട്ടവും ഉണ്ടായോ? അത് കഴിഞ്ഞിട്ടും നമ്മളുമായിട്ട് ഇപ്പോൾ അവർ പിന്നെ പൂർണ്ണമായിട്ടും ഒരു ഫ്രണ്ട്ലി കരാറിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിലേക്കോ എത്തിയോ എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് പലപ്പോഴും ആയിട്ട് കോൺഗ്രസ്സിന് വന്നിട്ടുള്ള പിടിപ്പുകേടുകളാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. കാശ്മീർ ഇഷ്യൂ പോലും അതാണല്ലോ. കാശ്മീർ ഇഷ്യൂ എന്താണ്? കാശ്മീർ ഇഷ്യൂ നമ്മൾ പിന്നെ 47 വാറുണ്ടായി കഴിഞ്ഞ് നമ്മളത് 49 പിന്നെ ഇവർ ആ വിഷയം നമ്മൾ കൊണ്ടുവന്ന് UN ഇടുകയാണ് ചെയ്തത്. ആ UN ഇട്ടപ്പോൾ അന്ന് VK കൃഷ്ണമേനോൻ പറഞ്ഞതാണ്, നമുക്ക് ആവശ്യമില്ല, നമുക്കൊരല്പം 6 മാസം താമസിച്ചാൽ നമുക്കൊരു ആർമി ഉണ്ടാക്കി, ആ ശക്തമായൊരു ആർമിയാക്കി അവരെ തിരിച്ചടിക്കാമെന്ന്. അപ്പോൾ അത് ചെയ്യാതെ അവിടെ കൊണ്ടുപോയിട്ടു. അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? പാകിസ്ഥാൻ ഇതിനെ കാര്യമായിട്ട് അവർ വാദിക്കുകയും UN നിന്ന് അവർക്ക് അനുകൂലമായിട്ടൊരു വിധി കിട്ടുകയും ചെയ്തു. കാശ്മീരിലെ ജനത വോട്ടിനിട്ട്, അതായത് ഹിതപരിശോധന നടത്തി എവിടെ പോകണമെന്ന് തീരുമാനിക്കട്ടെ എന്ന്. അതെന്തൊരു അപകടകരമായ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് അവർ ജമ്മുവിലെ പണ്ഡിറ്റുകളെ അവിടെ നിന്ന് ഓടിക്കാൻ തയ്യാറായത്. കാരണം വെച്ചാൽ അവിടെ എണ്ണം മാക്സിമം കുറയ്ക്കണം, എന്നിട്ട് കാശ്മീരിലെ പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്നവരുടെ എണ്ണം കൂട്ടണം. ഇതെല്ലാം പാകിസ്ഥാൻ നടത്തിയ നീക്കങ്ങളാണ്. ഇതെല്ലാം നമുക്ക് നഷ്ടമായും നമുക്ക് പിന്നെ ദോഷമായുമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ 62-ലെ സിംല കരാർ, ആ സിംല കരാറോട് 72-ലെ സിംല കരാർ, ഇതോടുകൂടി നമുക്ക് പിന്നെ POKയെക്കുറിച്ച് നമുക്ക് അവകാശപ്പെടാൻ കഴിയാതായി. POK നമ്മുടേതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ UN-ലൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത് POK എന്തുകൊണ്ട് ഇന്ത്യ പിടിച്ചെടുത്തില്ല എന്നുള്ളതാണ്. കാരണം അതിനു മുൻപ് എന്തുകൊണ്ട് ഈ സംഘർഷം ലഘൂകരിക്കുവാനും നിർത്തുവാനും സീസ് ഫയറിന് എന്തുകൊണ്ട് ഇന്ത്യ തയ്യാറായി എന്നുള്ള ചോദ്യവും കോൺഗ്രസ് നേതാക്കൾ ഒരു സെക്കൻഡ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യത്തിൽ ആതങ്കവാദ് पर आपने पाकिस्तान की बात पर भरोसा क्यों किया എന്നാണ്. എന്തുകൊണ്ട് പാകിസ്ഥാനെ വിശ്വസിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ചോദ്യം രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ ശ്രീ മോഹൻ വർഗീസ്, ഇതിൽ എന്ത് പ്രസക്തിയാണ് താങ്കൾ കാണുന്നത്? ഒരു പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. പക്ഷേ അതിൻ്റെ സമയക്രമത്തെക്കുറിച്ചാണ്, അതിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചൊക്കെയാണ് ഇവിടെ തർക്കമുള്ളത്. ഇപ്പോൾ സാങ്കേതികമായി പറഞ്ഞാൽ ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ, ആ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഉദ്ദേശം ലാൻഡ് പിടിച്ചെടുക്കുക എന്നത് അല്ലായിരുന്നു. വ്യക്തമായി ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നയതന്ത്ര പ്രതിനിധികളോട് പറഞ്ഞതാണ്, ദ എയിം ഓഫ് ഓപ്പറേഷൻ സിന്ധൂർ ഈസ് നോട്ട് ടു കോൺകർ എനി ടെറിട്ടറി ഓഫ് പാകിസ്ഥാൻ. അതങ്ങനെയല്ല. അത് മാത്രമല്ല, പാകിസ്ഥാനെ സൈനികമായി ആക്രമിക്കുക എന്നതും അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. കൃത്യമായ അജണ്ടയിലാണ് തീവ്രവാദ കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്യുക. അങ്ങനെയാണ് ഈ 7-ാം തീയതി അറ്റാക്ക് തുടങ്ങുന്നത്, മെയ് 7-ാം തീയതി അറ്റാക്ക് തുടങ്ങുന്നത്. ആ ഒരു അറ്റാക്കിൻ്റെ ഒരു ഫലമായിട്ട് ഉണ്ടായ റിറ്റാലിയേഷനാണ് കുറച്ചുകൂടെ എസ്കലേഷൻ മോഡിലേക്ക് പോയത്. അത് പാകിസ്ഥാനാണ് ആദ്യമായി ഇന്ത്യയുടെ മറ്റ് കേന്ദ്രങ്ങൾ, ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ, നമ്മുടെ എയർഫീൽഡുകൾ ആക്രമിച്ചപ്പോൾ റിറ്റാലിയേഷൻ സംഭവിച്ചു. ഇവിടെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരെ 1 ഇഞ്ച് ഭൂമി പോലും പിടിക്കണം എന്ന ഒരു ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് പറയാമായിരുന്നല്ലോ, ഈ ഒരു അവസരത്തിൽ അഡ്വാൻറ്റേജസ് പൊസിഷൻ ഉപയോഗിച്ച് സൈനികമായ ഇടപെടലിലൂടെ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കാം. അങ്ങനെയല്ല, ഒരു മിലിറ്ററിക്ക് കൊടുത്തിരിക്കുന്ന ഒരു മാൻഡേറ്റ് അനുസരിച്ചല്ല ചെയ്യാനാവൂ. അതുകൊണ്ട് പ്രതിപക്ഷം ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ന്യായമുണ്ടെന്ന് കരുതാനാവില്ല. എന്തുകൊണ്ട് POK പിടിച്ചില്ല? 1. 2, എന്തുകൊണ്ട് ഒരു അഡ്വാൻറ്റേജിയസ് പൊസിഷനിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് ഏകപക്ഷീയമായി, അല്ലെങ്കിൽ പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിച്ചു, വെടിനിർത്തൽ ആഗ്രഹിച്ചു, അത് അമേരിക്കയുടെ ഇടപെടലോ ഇല്ലാതെയോ ആയിക്കൊള്ളട്ടെ,
എന്തുകൊണ്ട് ഇന്ത്യ പിന്നാക്കം പോയി, ഇന്ത്യ എന്തുകൊണ്ട് വെടിനിർത്തലിനെ സമ്മതിച്ചു എന്നതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ ഇതേ ചോദ്യം ചോദിക്കാമല്ലോ. 71 ബംഗ്ലാദേശ് യുദ്ധത്തിലും 65 ഇന്ത്യ പാക് യുദ്ധത്തിലും ഇന്ത്യക്ക് തീർച്ചയായും പാകിസ്ഥാൻ്റെ നല്ലൊരു പങ്ക്, പ്രത്യേകിച്ചും പാക് അധിനിവേശ കാശ്മീർ പൂർണ്ണമായും പിടിച്ചെടുക്കാമായിരുന്നു. ഇനി 47 തന്നെ പിടിച്ചെടുക്കാമായിരുന്നു. അത് ചെയ്തില്ല എന്ന് പറയുന്നത് അത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളായിരുന്നു. 47-ലും അതുപോലെ 47-48 കാലത്തും 65-ലും 71-ലും കോൺഗ്രസ് ഗവൺമെൻറ്റുകളായിരുന്നു. അപ്പോൾ അവിടെയൊന്നും ചെയ്യാത്ത ഒരു പിടിച്ചെടുക്കൽ കാര്യം ഇപ്പോൾ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു റീഡിഫൈൻ അവർ പ്രയോറിറ്റീസ്. അപ്പോൾ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുക എന്നത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിലുണ്ടെങ്കിൽ അത് അനൗൺസ് ചെയ്യും, തീർച്ചയായിട്ടും അത് ചെയ്യുകയും ചെയ്യും. രാഹുൽ ഗാന്ധി തുടർച്ചയായി ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളിൽ, ട്വീറ്റുകളിൽ ഇതിൽ പറയുന്നത് ജയശങ്കർ മൗനത്തിലാണ് എന്നാണ്. ജയശങ്കർ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസ് നേതാക്കൾ റീട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ജയശങ്കർ ഒരു വിദേശ മാധ്യമപ്രവർത്തകന്റെ മുന്നിൽ പരുങ്ങുന്നതാണ്. താങ്കൾ ശ്രദ്ധിച്ചിരുന്നുവല്ലോ ആ കാര്യം. പക്ഷേ ഇത് കൃത്യമായിട്ട് ഇന്ത്യ ഒരു നിലപാടെടുത്തതാണല്ലോ. പാകിസ്ഥാനിലെ ഭീകരരെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്, അവിടുത്തെ ജനങ്ങളെ അല്ല, സൈനികരെ അല്ല എന്നുള്ള കാര്യം. അപ്പോൾ അത് കോൺഗ്രസിന് വിശ്വാസമാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് ഓപ്പറേഷൻ സിന്ദൂർ പരാജയം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയോ ഉള്ള പ്രയത്നമാണ് ആ വീഡിയോയിലൊക്കെ തെളിഞ്ഞു കാണുന്നത് എന്ന് തോന്നുന്നില്ലേ? ഇതിൽ ജയശങ്കർ ഇതിൽ എന്ത് മറുപടിയാണ് നൽകേണ്ടത്? ഏത് മറുപടി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും തൃപ്തിപ്പെടുത്തും? ശ്രീ മഞ്ജുഷ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രാഹുൽ ഗാന്ധി 3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതേപോലെ മറ്റൊരു 3 ചോദ്യങ്ങൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ 3 6 ചോദ്യങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളും. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ, പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഗവൺമെൻറ്റിനെ ഉത്തരം മുട്ടിക്കുക എന്നതാണെങ്കിൽ വ്യക്തമായ ഉത്തരങ്ങൾ ഗവൺമെൻറ് ഓൾറെഡി തന്നതാണല്ലോ. ഗവൺമെൻറ് യാതൊരു രീതിയിലും കാര്യങ്ങൾ മറച്ചു വെച്ചില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് മുൻകൂട്ടി പറഞ്ഞാണ്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ്, അത് ആർമി സ്പോക്സ് പേഴ്സൺസ് ആണ് പറഞ്ഞത്. മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ആർമി സ്പോക്സ് പേഴ്സൺസ് വിവരിച്ചതാണ്. അത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നതിൻ്റെ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ലാൻഡ് അക്വിസിഷൻ അല്ല എന്ന് 100 വട്ടം അറിയാവുന്നതുമാണ്. ഇനി വിമാനങ്ങൾ താഴെ പോയത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എങ്ങനെയാണ് വിമാനം ഈ 6 ചോദ്യങ്ങൾ വിമാനങ്ങളുടെ കാര്യമില്ല കേട്ടോ. ഇപ്പോൾ വരുന്നതിൽ വിമാനങ്ങളുടെ കാര്യമില്ല. ഇപ്പോഴത്തെ കാര്യത്തിൽ മറ്റു കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ വായിച്ചുവല്ലോ. ട്രംപിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ട്രംപിന്റെ കാര്യം ആവർത്തിച്ചിട്ടുണ്ട്, മറ്റൊരു രീതിയിൽ ആവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ല എന്നാണ്. പാകിസ്ഥാനി ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ശബ്ദമുയർത്തുമ്പോൾ അതിന് മറ്റു രാജ്യങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ല എന്നാണ്. അതിൽ വാസ്തവമുണ്ടോ രാഹുൽ പറയുന്നതിൽ? പക്ഷെ അതേ സമയത്ത് തന്നെ ശശി തരൂർ ഉൾപ്പെടുന്ന സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പാക് ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ വാദം ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ അതിശക്തമായ നിലപാട് തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ എംപിമാർ സ്വീകരിക്കുകയാണ് അല്ലേ? ശ്രീ മഞ്ജുഷ്, ഈ പിന്തുണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പഹൽഗാം ആക്രമണത്തെ ഇപ്പം പാശ്ചാത്യ ലോകത്തെ മിക്ക രാജ്യങ്ങളും അപലപിച്ചു. അപലപിച്ചു എന്നത് തന്നെ പിന്തുണയുടെ അടിസ്ഥാനമല്ലേ? അതായത് സൈനിക നടപടി, ഇന്ത്യ ഒരു സൈനിക നടപടി എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം പിന്തുണയ്ക്ക് എത്തണം എന്ന് ഇന്ത്യ അഭ്യർത്ഥിച്ചിട്ടില്ല, ഇന്ത്യ ആഗ്രഹിച്ചിട്ടില്ല. ആ സൈനിക നടപടി നേരിട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യവും അതിനുള്ള അന്തരീക്ഷവും ശക്തിയും എല്ലാം തന്നെ ഒരു പൊളിറ്റിക്കൽ വില്ലും ഇന്ത്യക്കുണ്ട്. അതനുസരിച്ച് ചെയ്തു. അവിടെ നമ്മൾ ഒരു സഖ്യകക്ഷിയുടെ സഹായം നമുക്ക് ആവശ്യമില്ല. യൂറോപ്യൻ യൂണിയൻ്റെയോ അമേരിക്കയുടെയോ മറ്റേതെങ്കിലും റഷ്യയുടെയോ ഒന്നും തന്നെ ഒരു സഹായം നമുക്ക് ആവശ്യമില്ല. പാകിസ്ഥാനും ആ രൂപത്തിൽ സഹായം കിട്ടിയിട്ടില്ലെന്ന് ഓർക്കണം. ഇപ്പോൾ തുർക്കിയും അസർബൈജാനും സഹായിച്ചു എന്ന് പറയുമ്പോഴും അത് ഏതാനും പ്രസ്താവനയുടെ രൂപത്തിൽ മാത്രമാണ്, അല്ലാതൊരു സഹായം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യ അന്താരാഷ്ട്ര വേദിയിൽ പഹൽഗാമിനെതിരെയുള്ള ആ ആക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആത്മാഭിമാനം, സൈനികരുടെ ഉൾപ്പെടെ ആത്മാഭിമാനം അടിയറ വെക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഒരു നറേറ്റീവ് കൊടുക്കുകയാണ്. ഇന്ത്യ വാസ് ഓൾ അലോൺ, ഇന്ത്യ വാസ് നെവർ അലോൺ, ഇന്ത്യ ഹാഡ് ദ മോറൽ ബാക്കിംഗ് എഗൻസ്റ്റ് ടെറർ. അത് കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ശശി തരൂർ ആൻഡ് കമ്പനി വിദേശത്തേക്ക് പോകുന്നത്. 40ഓളം പേരടങ്ങുന്ന 7 പ്രതിനിധി സംഘങ്ങൾ പോകുന്നത് ഹാർനസിംഗ് സപ്പോർട്ട്, അത് യുദ്ധത്തിനുള്ള സപ്പോർട്ടല്ല, ഓപ്പറേഷൻ സിന്ദൂറിനുള്ള സപ്പോർട്ട് അല്ല എന്നോർക്കണം. ഇന്ത്യ തീവ്രവാദത്തിനെതിരെ എടുക്കുന്ന പൊതു നിലപാടിനുള്ള
ഐക്യദാർഢ്യം ലോകവേദികളിൽ, പ്രത്യേകിച്ച് പോകുന്ന രാജ്യങ്ങളുടെ പട്ടിക ഒന്ന് നോക്കൂ. ഈ പോകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ എക്കാലത്തും ബന്ധം പുലർത്തിയിരുന്ന രാജ്യങ്ങളുണ്ട്, ശക്തമായ രാജ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിര അംഗങ്ങൾ, ചൈന ഒഴിച്ചുള്ളത്, സ്ഥിരമല്ലാത്ത 10 അംഗങ്ങളിൽ പാകിസ്ഥാൻ ഒഴിച്ചുള്ള രാജ്യങ്ങൾ, ഇവിടെ എല്ലാം തന്നെ പോകുന്നത് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ്. എന്തെങ്കിലും ആശയക്കുഴപ്പം കാശ്മീരിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചോ ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. ആ ഒരു ഫ്രെയിം, ടേംസ് ഓഫ് റെഫറൻസും വ്യക്തമായി പറയുമ്പോൾ മറ്റെന്ത് ആശയക്കുഴപ്പമാണ് എന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല മഞ്ജുഷ്. ശരി, ശ്രീ മിഥുൻ വിജയകുമാർ, ഇപ്പോൾ രാഹുലിന്റെ തുടർച്ചയായുള്ള ചോദ്യങ്ങൾ വരികയാണ്. പക്ഷേ ഇതിന് കോൺഗ്രസ് പറയുന്ന മറ്റൊരു ന്യായീകരണം കൂടിയുണ്ട്. 2014 വരെ BJPയും മോദിയും ഒക്കെ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഞങ്ങളിപ്പോൾ തിരിച്ചു ചോദിക്കുന്നത് എന്ന്. മിഥുൻ കേട്ടോ? മിഥുൻ, ഇപ്പോൾ ഇങ്ങനെ രാഹുൽ തുടർച്ചയായ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനെ BJP വിമർശിക്കുകയും അത് രാഹുലിനെ പരിഹസിക്കുക പോലും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കോൺഗ്രസ് പറയുന്ന കാര്യം 2014 വരെ BJPയും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ അന്ന് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് എന്നാണ്. നോക്കൂ മഞ്ജുഷേ, ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന സമയം മുതൽ ഇന്ത്യൻ ഗവൺമെന്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും അത് ഇന്ത്യൻ ജനതയോട് വളരെ കൃത്യമായിട്ട് ഡിഫൻസ് പേഴ്സൺസ് ആണെങ്കിലും ഡിപ്ലോമാറ്റിക് കപ്പാസിറ്റിയുള്ള ആളുകളാണെങ്കിലും ഒക്കെ തന്നെ വന്നിട്ട് അത് ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്ക് പോലും ഒരു ക്ലാരിറ്റി ഇല്ല. എന്താ പറയുക, ചില സമയത്ത് ജയശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റ്സിനെ എന്താ പറയാ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കുന്നു. അതിന്റെ ആവശ്യം എന്താണ്? കാരണം അത് വളരെ എന്താ പറയാ, അതിനൊക്കെ ക്ലാരിഫിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം DCMO പറഞ്ഞതിന് ശേഷമാണ് ശ്രീ ജയശങ്കർ അങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പം ഇതിനൊക്കെ തന്നെ മിസ്റെപ്രസെന്റ് ചെയ്യാൻ നോക്കുന്നത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, പ്രധാനമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് മല്ലികാർജുൻ ഖാർഗെ പറയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു പീക്ക് പോയിന്റ് നിൽക്കുന്ന സമയത്ത്. അപ്പൊ കോൺഗ്രസിന്റെ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ അത് ചോദ്യങ്ങളാണോ അതോ ഒരു പ്രൊപ്പഗാൻഡയാണോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എന്താ പറയാ വിലയിരുത്തേണ്ടത്. കാരണം ഇത് ചോദ്യങ്ങളല്ല, ഇതൊരു പ്രൊപ്പഗാൻഡ ക്യാമ്പയിൻ ആണ്. അതായത് ഗവൺമെന്റിനെതിരെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ മൊറാൽ തകർക്കാനുള്ള ഒരു ക്യാമ്പയിൻ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മാത്രമല്ല, ഈ UN എന്താ പറയാ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ പലപ്പോഴും പാകിസ്ഥാൻ കോട്ട് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെയും അല്ലെങ്കിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ ട്വീറ്റുകളൊക്കെയാണ്. കാരണം ഈ ജമ്മു കാശ്മീർ വിഷയം വരുമ്പോൾ ഒക്കെ തന്നെ രാഹുൽ ഗാന്ധി ഒരു പാകിസ്ഥാന്റെ ഒരു എന്താ പറയുക ഒരു ആയുധമാണ്, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് രാഹുൽ ഗാന്ധി. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് എന്താ ഞാൻ പറയുമ്പോൾ ഒരു നിശാനെ പാകിസ്ഥാൻ കിട്ടേണ്ട സമയത്ത് അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയം മുതൽക്കേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ചോദ്യങ്ങളല്ല, അത് കൂടുതലും നമ്മുടെ ഗവൺമെന്റിന്റെ മൊറാൽ തകർക്കുന്ന, നമ്മുടെ ഡിഫൻസ് ഫോഴ്സസിന്റെ മൊറാൽ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ഇവരുടെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള എത്രയോ നേതാക്കൾ, അതായത് ഈ ജമ്മുവിലെ സൈഫുദ്ദീൻ സോസിനെ പോലുള്ള ഇവരുടെ മുൻ മന്ത്രിയായിരുന്നു, ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ എന്താ പറയുക വിഷയത്തിലെടുത്ത നിലപാട് അത് മാത്രം പരിശോധിച്ചാൽ മതി. അതായത് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ ഒരു കാര്യം പറയുകയാണ്, പാകിസ്ഥാൻ ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വിശ്വസിച്ച ഒരു പ്രശ്നം വിശ്വസിച്ചുകൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിജയ് വടക്കിവാർ പറയുന്നത് ഈ തീവ്രവാദികൾക്ക് വന്ന് ഇങ്ങനെ മതമൊക്കെ പരിശോധിച്ച് വെടിവെച്ച് കൊല്ലാനുള്ള സമയമൊക്കെ ഉണ്ടോ, ഇതിലൊക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്വിറ്റർ ഹാൻഡിൽ വന്ന ഒരു പോസ്റ്റാണ് പാകിസ്ഥാനിലെ പല ഉന്നത നേതാക്കളും ഷെയർ ചെയ്യുന്നത്. അപ്പം പാകിസ്ഥാൻ ഇന്ത്യയെ ഡിഫൻസിലാക്കാനുള്ള മെറ്റീരിയൽ പലപ്പോഴും സപ്ലൈ ചെയ്യുന്നത് ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള കുറെ ഹാൻഡിലുകളും കോൺഗ്രസിന്റെ കുറെ നേതാക്കളുമാണ്. പിന്നെ അവര് എന്താ പറയുക ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട്. അതായത് ഞങ്ങൾ എപ്പോഴും ഗവൺമെന്റിനൊപ്പം തന്നെയാണ്, ഓപ്പറേഷൻ സിന്ദൂറിൽ ഞങ്ങൾ ഗവൺമെന്റിനോടൊപ്പം തന്നെയാണ്. പിന്നെ ഇവിടെ ഇന്ത്യ ഹൈപ്പനേറ്റ് ചെയ്യപ്പെടുന്നു പാകിസ്ഥാനുമായിട്ട് എന്നാണ് പറഞ്ഞത്, ഇന്ത്യ ഇക്വേറ്റ് ചെയ്യപ്പെടുന്നു പാകിസ്ഥാനായിട്ട്. അപ്പൊ അത് ഒരു എന്താ പറയാ അത് അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഇന്ത്യ ഇക്വേറ്റ് ചെയ്യപ്പെട്ടത് ഈ 2009 ഒരു ഷർമൽ ഷേഖ് പാക്ട് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പലപ്പോഴും പാകിസ്ഥാൻ എന്താ പറയാ ബലോചിസ്ഥാനിൽ ഇന്ത്യക്ക് ഒരു പ്രസൻസ് ഉണ്ട്, ബലോചിസ്ഥാനിൽ ഒരു ഇന്ത്യക്ക് പ്രസൻസ് ഉണ്ട് എന്ന് എന്താ പറയാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ അംഗീകരിച്ചു എന്ന രീതിയിലൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരാൻ തുടങ്ങി. അപ്പൊ അതിനെ ഒരു പക്ഷെ നമുക്ക് ഇന്ത്യയെ പാകിസ്ഥാനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഈ ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. ഇന്ത്യയുടെ എന്താ പറയാ മിലിറ്ററി ഓപ്പറേഷൻസ് ആണെങ്കിലും
എല്ലാം തന്നെ ഇന്ത്യ അതിൽ സിറ്റിസൺസിനോടുള്ള ട്രാൻസ്പെറൻസി, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ വളരെ ക്ലിയർ ആയിരുന്നു, വളരെ വ്യക്തമായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒരു അനാവശ്യമായിട്ടൊരു പ്രൊപ്പഗൻഡയാണ് ഇവിടെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ക്ലിയർ ക്വസ്റ്റ്യൻ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനെ മാറ്റുക. ഒരു ഭാഗത്ത് പാകിസ്ഥാന്റെ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ഉണ്ടെങ്കിൽ മറുഭാഗത്ത് കോൺഗ്രസിന്റെ പ്രോപ്പഗൻഡയാണ് നമ്മളിപ്പം ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്, അതായത് ഈ ഗവൺമെന്റ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമ്മുടെ ചാലഞ്ചസ് രണ്ടെണ്ണമാണ്. ഒന്ന്, പാകിസ്ഥാന്റെ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ തടയാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു റെപ്രസെന്റേഷൻ നമ്മൾ അയക്കുകയാണ്. അതായത് പാകിസ്ഥാൻ പടച്ചുവിട്ട മാധ്യമങ്ങളിൽ പടച്ചുവിട്ട കാര്യങ്ങളും ഇതിനൊക്കെയുള്ള ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിപ്ലോമാറ്റിക് സംഘം പോയിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് നമ്മുടെ കോൺഗ്രസിന്റെ അകത്തുനിന്നുള്ള ചില പ്രോപ്പഗൻഡ ഹാൻഡിൽസും ഓപ്പറേഷനിലാണ്. അപ്പൊ ഇതിനെയാണ് ഇന്ത്യ ഇപ്പൊ എന്താ പറയാ ഒറ്റക്കെട്ടായി ചേർത്ത് തോൽപ്പിക്കേണ്ടത്. ശരി ശരി നിജേഷ് അരവിന്ദ്, അതിനുള്ള മറുപടി. കാരണം പാക് ഭീകരതയ്ക്കെതിരെ ലോകരാജ്യങ്ങളുടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ സർവകക്ഷി സംഘത്തെ അയച്ചിരിക്കുന്നത്. അതിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളുമുണ്ട്, ശശി തരൂർ ഒരു സംഘത്തെ നയിക്കുന്നുമുണ്ട്. അതേ സമയത്ത് തന്നെയാണ് പാകിസ്ഥാന്റെ പ്രൊപ്പഗാണ്ടയ്ക്ക് ബലം നൽകുന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിനകത്ത് നിന്ന് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു കോൺഗ്രസ്? പഹൽഗാമിൽ അറ്റാക്ക് നടക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിദേശ രാജ്യത്തായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദർശനം വെട്ടിച്ചുരുക്കി നേരെ കടന്ന് ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ നിന്ന് വന്നത് നേരെ പോയത് കാശ്മീരിലേക്കല്ല. അദ്ദേഹം നേരിട്ട് പോയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിലേക്കാണ്. പിന്നീട് അദ്ദേഹം ഇന്നലെ വരെ പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി റാലികളിലോ തെരഞ്ഞെടുപ്പ് റാലികളിലോ ആണ്. അന്നു മുതൽ അദ്ദേഹം പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ, നേരത്തെ പറഞ്ഞ ആളുടെ പറഞ്ഞ അതേ ഭാഷ ഉപയോഗിച്ചാൽ പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂരിനെ, ഈ പെഹൽഗാം ആക്രമണത്തിനെ, അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളെ എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാം എന്ന ഗവേഷണം വളരെ പ്ലാൻഡ് ആയിക്കൊണ്ട് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ആദ്യ ഘട്ടത്തിലെ മൗനം വെച്ചുകൊണ്ട്, ആദ്യം ഘട്ടത്തിൽ പൂർണ്ണമായ സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, ആദ്യഘട്ടത്തിൽ എല്ലാ തരത്തിലുമുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഈ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടണം. എന്നെയും മഞ്ജുഷ് ഗോപാലിനെയും ഈ ചർച്ചയിൽ മുഴുവൻ ആളുകളെയും റെപ്രസെന്റ് ചെയ്യുന്ന 540 ആളുകൾ ഇരിക്കുന്ന ഇടമാണ്, അതിലേറെ രാജ്യസഭാ അംഗങ്ങൾ കൂടി ഇരിക്കുന്ന ഇടമാണ് ഇന്ത്യയുടെ പാർലമെന്റ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അത് വിശദീകരിക്കേണ്ടത് രാജ്യത്തെ MP-മാരോടാണ്. എന്താണ് നമ്മുടെ പദ്ധതി, എന്താണ് നമ്മുടെ പ്രോജക്റ്റ്, അത് വിശദീകരിക്കാൻ, അതിന് മറുപടി നൽകാൻ ഇന്ന് വരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ ഭരണ സംവിധാനമോ തയ്യാറായിട്ടില്ല. മറിച്ച് ഈ സൈനിക നിലപാടിനെ എങ്ങനെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കാൻ കഴിയുമോ എന്ന ഗവേഷണമാണ് നടന്നത്. ഞങ്ങൾക്ക് ഇവിടെ മിണ്ടാതിരിക്കാൻ സാധിക്കില്ല. വളരെ കൃത്യമായി ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ചോദിച്ചോ, ഞാൻ ചോദിച്ചോ, ആര് ചോദിച്ചോ ആവട്ടെ, ഒരു മാസം കഴിഞ്ഞു പഹൽഗാമിലെ 6 ഭീകരവാദികൾ അല്ലെങ്കിൽ 7 ഭീകരവാദികൾ എവിടെയാണ്? എന്തുകൊണ്ട് ടൈറ്റ് സെക്യൂരിറ്റിയുള്ള കാശ്മീരിനകത്തുള്ള 26 പേരെ കൊന്നു ഒടുക്കി പോയ ആളുകളെ പിടിച്ചില്ല എന്ന ചോദ്യം ചോദിച്ചാൽ അത് നമ്മുടെ ആഭ്യന്തര സംവിധാനത്തിന്റെ പരാജയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് എവിടെയെന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ രാജ്യദ്രോഹിയാക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് ഇപ്പൊ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹിയാക്കാൻ വളരെ എളുപ്പമായിക്കൊണ്ട് കുറെ ആളുകൾ പറയുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? മിർ ജാഫർ ആണ്. ബി.ജെ.പിക്ക് എന്തും പറയാം. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ആർക്കും എന്തും പറയാം. ചോദിക്കുക, ഇന്ത്യയുടെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള സംശയങ്ങൾ കോൺഗ്രസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണുള്ളത്. ആ മറുപടി പറയട്ടെ. മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അടുത്ത ഘട്ടത്തിലേക്ക് നോക്കാം. അല്ലാതെ പാകിസ്ഥാന്റെ പ്രൊപ്പഗൻഡ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് അങ്ങനെയുള്ള പാരമ്പര്യവുമില്ല. അടിക്കേണ്ട സമയത്ത് അടിച്ചും ഇടിക്കേണ്ട സമയത്ത് ഇടിച്ചും നയതന്ത്രം ചെയ്യേണ്ട സമയത്ത് നയതന്ത്രം ചെയ്തും തന്നെയാണ് ഇന്ത്യ രാജ്യം വളർന്നതും വലുതാക്കിയതും. ഇവിടെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ പ്രൊപ്പഗാണ്ടയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇതേ കാര്യം മഞ്ജുഷെ കുറച്ചു കാലം മുമ്പ് നരേന്ദ്രമോദി ചോദിച്ച ചോദ്യങ്ങളാണ്. ഈ രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ? റിസർവ് ബാങ്ക് കോൺഗ്രസിന്റെ അടുത്തല്ലേ? അതിർത്തി കോൺഗ്രസിന്റെ അടുത്തല്ലേ? എന്തുകൊണ്ട് ഭീകരർ കടന്നു വന്ന് ബോംബെയിലെത്തി എന്ന ചോദ്യം ചോദിച്ച അതേ നരേന്ദ്രമോദിയോട് തിരിച്ചു ചോദിക്കുന്നു, എങ്ങനെ ടൈറ്റ് സെക്യൂരിറ്റിയുള്ള കാശ്മീരിലെ പഹൽഗാമിനകത്ത് 7 പേർ കടന്നു ചെന്നു? CCTV ത്രൂ ഔട്ട് CCTV ഉള്ള ഇടത്ത് 2500 ആളുകൾ അസംബിൾ ചെയ്ത സ്ഥലത്ത് 26 പേരെ കൊന്നുപോയ ആളുകളെ എന്തുകൊണ്ട് പിടിച്ചില്ല? അത് ഇന്റലിജൻസ് പോരായ്മയല്ലേ എന്ന് ചോദിച്ചാൽ ആണ് അല്ലെങ്കിൽ അല്ല, ഞങ്ങളുടെ പോരായ്മയാണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം പകരം രാഹുൽ ഗാന്ധിക്ക് നേരെ അല്ലല്ലോ ചൂണ്ടേണ്ടത്. രാഹുൽ ഗാന്ധി ചൂണ്ടിയ കൈ, ആ ചൂണ്ടിയ കൈയുടെ അറ്റത്തുള്ള ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് മറുപടി പറ.
എന്തുകൊണ്ട് ഓപ്പറേഷൻ പാർലമെന്റ് സിന്ദൂരിന്റെ സമ്മേളനം വിജയത്തിൽ വിളിക്കുന്നില്ല? കോൺഗ്രസിന് എന്തുകൊണ്ട്? ഇപ്പോഴും അല്ല, നിങ്ങൾ സംശയമുണ്ട് കുറേ അല്ലേ? ദിവസമായി ഓപ്പറേഷൻ മഞ്ജുഷേ, സിന്ദൂരിന്റെ രാഹുൽ വിജയത്തിൽ ഗാന്ധിയുടെ കോൺഗ്രസിന് ചിത്രവും ഇപ്പോഴും സംശയമുണ്ട് എന്ന് തന്നെയാണ് രാജ്യം. കോൺഗ്രസിന് അതിൽ സംശയമില്ല. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോൺഗ്രസ് അന്ന് പരിപൂർണമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിന് പരിപൂർണമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്തുകൊണ്ട് ട്രംപ് നിർത്തി? ഈ ചോദ്യം ഞങ്ങൾ പലവട്ടം ചോദിക്കുന്നില്ലേ? ചേരാ നയമുള്ള ഇന്ത്യയുടെ രാജ്യത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ആരാണ് ഡൊണാൾഡ് ട്രംപിനെ ഏർപ്പെടുത്തിയത്? ഡൊണാൾഡ് ട്രംപ് ആണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് ഇന്ത്യ വെടിനിർത്തിയത്. ഇന്ത്യയുടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ട്രംപിനെ ആര് അധികാരപ്പെടുത്തി? നേരത്തെ ജയശങ്കർ പറഞ്ഞു. ജയശങ്കർ പറഞ്ഞു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ അല്ല ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ അല്ല എന്ന് ഒരു ദിവസം പകച്ചു, 2 ദിവസം പകച്ചു, 3 ദിവസം പകച്ചു. ഇത് ചോദ്യമായി വന്ന സമയത്ത് അവസാനം പറഞ്ഞില്ല ഞങ്ങൾക്ക് ബന്ധമില്ല. നേരത്തെ ജയശങ്കർ പറഞ്ഞല്ലോ പാകിസ്ഥാൻ അറിയാമായിരുന്നു ഇന്ത്യയുടെ അറ്റാക്കിനെ പറ്റി, അല്ലെ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തെ പറ്റി പാകിസ്ഥാൻ അറിയാമായിരുന്നു എന്ന് സമ്മതിച്ചത് ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രിയാണ്, ഞങ്ങളല്ല. അപ്പൊ അങ്ങനെയുള്ള വീഴ്ചകൾ കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗത്ത് ഉണ്ടായിട്ടെങ്കിൽ അതിന് രാഹുൽ ഗാന്ധിക്ക് നേരെ തിരിച്ചു വിടണം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. ഇതാണ് കോൺഗ്രസിന്റെ വാദം. അത് പ്രധാനമായിട്ടും പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് റാലിയിൽ പോയി പറയാമെങ്കിൽ രാഹുൽ ഗാന്ധി ചോദ്യം ചോദിക്കും. കോൺഗ്രസിന്റെ ലക്ഷ്യം വ്യക്തമാണല്ലോ. അന്നത്തെ കാര്യം ഞങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നു എന്നാണ്. അന്ന് പാകിസ്ഥാൻ കാര്യങ്ങൾ ഇവിടുത്തെ കോൺഗ്രസിന്റെ ലക്ഷ്യമൊന്നും ഇന്റർപ്രറ്റ് ചെയ്ത് മഞ്ജുഷ പറയണ്ട. കോൺഗ്രസിന്റെ ലക്ഷ്യം ഇന്റർപ്രറ്റ് ചെയ്ത് മഞ്ജുഷും പറയണ്ട. രാഹുൽ ഗാന്ധിയുടെ ചിത്രത്തിന്റെ പകുതി വെച്ച് പ്രൊപ്പഗൻഡ അടിക്കാൻ ന്യൂസ് 18 നോക്കണ്ട. അത് അമിത് മാളവിയായിരുന്നു, ബിജെപിയുടെ നേതാവായ അമിത് മാളവിയ. അത് വീണ്ടും എടുത്ത ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത് ന്യൂസ് 18 ആയിരുന്നല്ലോ. അതെല്ലാവരും അല്ലല്ല. അതെന്താണ് അമിത് മാളവിയ ഒരു ട്വീറ്റ് ഇട്ടപ്പോൾ അത് കോൺഗ്രസിനെ പരിഹസിക്കുന്ന രീതിയിൽ ട്വീറ്റ് ഇട്ടപ്പോൾ, രാഹുലിനെ പരിഹസിക്കുന്ന രീതിയിൽ ട്വീറ്റ് ഇട്ടപ്പോൾ അത് മറച്ചു വെക്കണമെന്നാണോ? അത് ബിജെപി IT സെല്ലിന്റെ ഏറ്റെടുത്ത് പറയേണ്ട ഉത്തരവാദിത്വം അതങ്ങനെ താങ്കൾ പറയരുത്. അത് ജനങ്ങൾ അറിയേണ്ട മറച്ചു വെച്ചോളൂ എന്നുള്ളതാണോ? അല്ല, രാഹുലിനെ പരിഹസിക്കുന്നു എന്നുള്ള വിവരം ലോകം അറിയേണ്ട എന്നാണോ? മാളവി പറഞ്ഞ കോൺഗ്രസിന്റെ ലക്ഷ്യത്തെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകനും വിട്ടുകൊടുത്തിട്ടില്ല. നരേന്ദ്രമോദി പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സമ്മേളനമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വലുതെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ബീഹാർ ഇലക്ഷൻ ജയിക്കലാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് നേട്ടമെങ്കിൽ, ബിജെപിയുടെ ലക്ഷ്യമെങ്കിൽ പ്രതികരണം ഉണ്ടാവേണ്ടത് കോൺഗ്രസിന്റെ ലക്ഷ്യമാണ്. അതായത് രാഷ്ട്രീയമായിട്ട് ബിജെപിയും പ്രധാനമന്ത്രിയും ഇത് ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. പാർലമെന്റിനകത്ത് ചർച്ച കൊണ്ടുവരട്ടെ, നമുക്ക് മറുപടി പറയാം. പാർലമെന്റിനകത്ത് എന്തിനാ പാർലമെന്റ് പേടിക്കുന്നത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിൽ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 2009 ബോംബെയിൽ നടന്ന അറ്റാക്ക് എന്ന് പറയുന്നതിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധത്തിനല്ല പോയത്. ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിലിരിക്കുന്ന സമയത്താണ് ശ്രീ നരേന്ദ്രമോദി അത്തരത്തിൽ പറഞ്ഞതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മുടെ ഇന്ത്യൻ ആർമിയെയും ഇന്ത്യ ഗവൺമെൻറ്റിനെയും പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ ലോകമധ്യത്തിൽ അധിക്ഷേപിക്കുന്നതായിട്ട് പറയാം. അത്തരത്തിലൊരു കാര്യമല്ല ഇപ്പോൾ നടന്നിരിക്കുന്നത്. നമ്മളൊരു ചൈന, തുർക്കി എന്നിവർ ഡയറക്റ്റായിട്ട് പാകിസ്ഥാനെ സഹായിക്കുകയും മറ്റ് പല രാഷ്ട്രങ്ങൾ നിഷ്പക്ഷമായിട്ടും അല്ലെങ്കിൽ നിഷ്പക്ഷം അടിച്ചു നിൽക്കുന്ന സമയത്ത് ഇന്ത്യ ഒറ്റയ്ക്ക് പാകിസ്ഥാനെ ഈ കരയിൽ നിന്ന് അക്കരയിലേക്ക് ആക്രമിച്ച് ലോകത്തിൻ്റെ മുഴുവൻ മനസ്സാക്ഷിയെ പിടിച്ചടക്കുന്ന വിധത്തിൽ നമ്മളൊരു പ്രവർത്തനം നടത്തുകയും അറ്റാക്കിൽ നമ്മൾ പാകിസ്ഥാനിലെ ഒരാളെ പോലും നോവിക്കാതെ പാകിസ്ഥാനിലെ ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ 9 എണ്ണം പൂർണ്ണമായി അടിച്ചിടുകയും അതുപോലെ തന്നെ 11 വ്യോമ കേന്ദ്രങ്ങളും ആർമി കേന്ദ്രങ്ങളും നമ്മൾ അടിച്ചിടാൻ കഴിയുകയും ഒക്കെ ചെയ്തതോടുകൂടി ഇന്ത്യയെ പൊതുവിൽ ഒരു മതിപ്പുള്ള ഒരു സാഹചര്യം നിൽക്കുകയും ആ മതിപ്പിനെ ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയാമോ? അവിടെയാണ് നമ്മുടെ പ്രധാനമായ ക്വസ്റ്റ്യൻ. അന്നത്തെ സിറ്റുവേഷൻ അല്ല ഇന്ന്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. നമ്മൾ ഇന്നൊരു വാറിന് തുല്യമായ ഒരു രംഗത്ത് നിൽക്കുന്നു. ചൈന ഉൾപ്പെടെയുള്ളവർ നമ്മളെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ വളഞ്ഞ് വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണ്ടേ? ഇത് ചോദിക്കാൻ സമയമുണ്ട്. ഇത് ചോദിക്കാനുള്ള സമയം ധാരാളമുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചും കേൾക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ കോൺഗ്രസിൻ്റെ പീരീഡിലാണ് നമ്മൾ ശ്രീലങ്കയിൽ പോയി IPKF ഇടപെടുകയും
1200 പട്ടാളക്കാരാണ് നമ്മുടെ മരിച്ചുപോയത്. 3500 പേർക്ക് കഠിനമായ മുറിവും മറ്റു കാര്യങ്ങളും പറ്റി. എന്തിന്? അവിടെ നമ്മളിത് ഒപ്പിട്ടതിന് ഇറങ്ങിയ പ്രധാനമന്ത്രിയുടെ തലയ്ക്ക് അവിടുത്തെ ഗാർഡ് ഓഫ് ഓണർ സമയത്ത് അടി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറ്റിയ ചില അബദ്ധങ്ങളാണ്. ഇത്തരം അബദ്ധങ്ങൾ നമുക്ക് പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. അന്നൊന്നും പ്രതിപക്ഷം അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ആ സമയത്തിൽ എന്തെല്ലാം നഷ്ടങ്ങളാണ് വരുത്തിയത്. അതുപോലെ തന്നെ കാശ്മീരിൻ്റെ വിഷയത്തിൽ നമ്മൾ ആദ്യം മുതൽ നമ്മൾ ചെയ്തത് മുഴുവൻ തെറ്റാണ്. UN കൊണ്ട് ഈ പ്രശ്നം ഇട്ടത് മുതൽ ചെയ്തത് മുഴുവൻ തെറ്റാണ്. നമ്മൾ അവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, കാശ്മീരിലൊരു ഹിതപരിശോധന നടത്താനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടായെങ്കിൽ, അതാണ് UN തീരുമാനിച്ചത് നമ്മൾ കൊണ്ടിട്ടതിൻ്റെ ഫലമായിട്ട്. ആ സാഹചര്യം ഉണ്ടായെങ്കിൽ എന്തായിരിക്കും? എന്നേ കാശ്മീർ നമുക്ക് പാകിസ്ഥാന് നഷ്ടപ്പെട്ടേനെ. അത് കഴിഞ്ഞിട്ട് ചൈനയുമായിട്ടുള്ള എഗ്രിമെൻറ്റ് 1954 നമ്മൾ പഞ്ചശീല തത്വം പറഞ്ഞ് നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻറ്റിൻ്റെ വല്ല ഫലവും നമുക്ക് കിട്ടിയോ? അത് കഴിഞ്ഞ് 62 വാറിൽ അവർ കയറി 3800 കിലോമീറ്റർ ദൂരം ലഡാക്ക് അടക്കം നമ്മളെ ഇന്ന് പിടിച്ചുകൊണ്ട് പോയി. എന്നിട്ടും വാർ നിർത്തിയോ? എന്നിട്ട് നമ്മൾ അവരോട് അപേക്ഷിച്ചപ്പോൾ പറഞ്ഞത് എന്താ അറിയാമോ? മാവോ സേതുങ് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിലൊരു ഇഷ്ടം പോലെ ജനങ്ങളുണ്ട്, അത് അവർക്ക് തോക്കും കൊടുത്ത ഒരു 10 ലക്ഷം പേരെ ഞാൻ അങ്ങോട്ട് വിടുന്നതിനും വലിയ വിഷമമില്ലെന്ന്. നെഹ്റു ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചൈനയിൽ നിന്ന് ഇത്തരം ഒരു പ്രത്യാഘാതം. അപ്പോൾ നമ്മൾ വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ട് റിയലിസ്റ്റിക് അല്ലാതെ ഉള്ള പോളിസികൾ കോൺഗ്രസിൻ്റെ കാലത്ത് നിന്ന് എടുത്തത്. അതിൽ അല്പമെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ മിസസ് ഗാന്ധിയുടെ പേരിലാണ്. മിസസ് ഗാന്ധി മാത്രമാണ് ചില സന്ദർഭങ്ങളിലെങ്കിലും ഇന്ത്യക്ക് ഒരു അന്തസ്സ് നിലനിർത്തുന്ന വിധത്തിൽ ഇന്ത്യ എന്നത് ഞങ്ങളൊരു പ്രത്യേക എൻറ്റിറ്റിയാണെന്നും അതിൽ ഞങ്ങൾക്കൊരു പ്രത്യേക അഭിമാനമുണ്ടെന്നും അത് ഞങ്ങൾ നിലനിർത്തിക്കൊണ്ടേ പല കാര്യങ്ങളും ചെയ്യുള്ളൂ എന്നൊക്കെ ചില കാര്യങ്ങളിലെങ്കിലും തീരുമാനം എടുക്കാൻ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞുള്ളൂ. ജയശങ്കറിനെ പരിഹസിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റുകൾ വരുന്നത്. പക്ഷേ ആ ചോദ്യം ചോദിക്കുമ്പോഴും കോൺഗ്രസിനൊരു മറുപടിയുണ്ട്. അവിടെ മിർ ജാഫറുമായിട്ട് രാഹുൽ ഗാന്ധിയെ താരതമ്യം ചെയ്യുകയായിരുന്നു BJPയുടെ IT സെല്ലിന്റെ തലവൻ അമിത് മാളവ്യ അന്ന് ചെയ്തത്. അതുകൊണ്ടാണല്ലോ. അപ്പോൾ മറുപടിയായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. എന്താണ് JJ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെ കോൺഗ്രസ് മറുപടി പറഞ്ഞിട്ടില്ല. രാഹുലിനോട് ഇന്നൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ സമയം മെനക്കെടുത്തരുത് എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഉണ്ടായത്. അവിടെ രാഹുലിനും മറുപടി പറയേണ്ട ബാധ്യത ഇല്ല എന്നല്ലേ? കാരണം അദ്ദേഹത്തെ പരിഹസിച്ചതിന് അദ്ദേഹം ഒരു മറുപടി പറയുന്നു എന്ന് കരുതിയാൽ പോരെ? അതോ അതും അനവസരത്തിൽ ഉള്ളതാണോ? അതുപോലെ തന്നെ പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെ മുഖവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് രാഹുലിനെ ഇവിടെ BJP അവതരിപ്പിച്ചത്. ശ്രീ മഞ്ജുഷ്, J for ജാഫർ, J for ജോക്കർ, J for ജയശങ്കർ ഓൾസോ. ഇതിലേതൊക്കെ J ആണ് എടുക്കേണ്ടത്? ഏത് രീതിയിലും എടുക്കാം. വിവരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ JJ എന്ന് പറഞ്ഞുകൊണ്ട് ട്വീറ്റ് ചെയ്താൽ ജോക്കർ ജയശങ്കർ എന്ന് മാത്രമാണ് വിവരമുള്ളവർ അതിനെ ഒന്ന് ഡിസൈഫർ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ വിദേശകാര്യമന്ത്രി തീരെ നിലവാരമില്ലാത്തവനാണ്, വെറും ഒരു ക്ലൗണാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയില്ല, അദ്ദേഹത്തിന് ഇന്ത്യയുടെ വിദേശ നയം മുന്നോട്ട് പോകാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ്റെ മധ്യത്തിലാണ്. നോക്കൂ, സാങ്കേതികമായി പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി സസ്പെൻഡഡ്. ഓപ്പറേഷൻ സിന്ദൂർ ഈസ് ഓൺലി സസ്പെൻഡഡ്, നോട്ട് ഡിസ്കണ്ടിന്യൂഡ്. അതിപ്പോഴും തുടരുകയാണ്. ഒരു ചെറിയ ഇടവേള എടുത്തു എന്നേ ഉള്ളൂ. അത് വ്യക്തമായി പറയുകയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, വ്യക്തമായി പറയുകയാണ് ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരും. ആ തുടരുമ്പോൾ അതിൻ്റെ തലപ്പത്ത് നിൽക്കേണ്ട 3 പേരാണ്. ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, 2 ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്, ലോകത്തോടായി ഇത് വിശദീകരിക്കേണ്ടത് വിദേശകാര്യമന്ത്രി ജയശങ്കർ. ഇതൊരു ടീമാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തെ തലപ്പൊക്കമുള്ള ആളുകളും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് രാജ്യത്തിൻ്റെ നിലപാട്. വിദേശനയം കോൺഗ്രസിൻ്റെ അല്ല, വിദേശനയം BJPയുടെ അല്ല, ഭാരതത്തിൻ്റെ വിദേശ നയമാണ്. ആ വിദേശ നയത്തിൽ 2 അഭിപ്രായങ്ങൾ ഉണ്ടാകേണ്ടതില്ല. രാഹുൽ ഗാന്ധി ചോദിച്ച ഒരു ചോദ്യത്തിൽ ന്യായമുണ്ട്. ഇന്ത്യയുടെ വിദേശ നയത്തിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായ മാറ്റമുണ്ടോ? ഒന്ന്, നമ്മുടെ ചേരിചേരാ നയത്തിൽ കാതലായ മാറ്റമുണ്ടായോ? അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നമ്മുടെ വിദേശ നയത്തിൽ മാറ്റമുണ്ടായോ? അല്ലെങ്കിൽ ബൈലാറ്ററലിസം എന്ന നയത്തിൽ മാറ്റമുണ്ടായോ? ഇത് ന്യായമായും ചോദിക്കാവുന്നതാണ്. അതിനുള്ള ഉത്തരം നടപടികളിലൂടെയും പ്രസ്താവനകളിലൂടെയും വ്യക്തമായി ഗവൺമെൻറ് നൽകി. ഇത് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ചെയ്ത ഒരു തീരുമാനമാണ്. ദർ വാസ് നോ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ്, നേരിട്ടോ അല്ലാതെയോ അമേരിക്കയുടെയോ. പക്ഷെ അത് കോൺഗ്രസ് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. ശ്രീ നിജേഷ്, അത് കോൺഗ്രസിന് വിശ്വാസത്തിലെടുക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല അല്ലേ?
അല്ല, കോൺഗ്രസ് വിശ്വസിച്ചിട്ടില്ല എന്ന് മഞ്ജുഷ് എങ്ങനെയാ പറയുന്നത്? മഞ്ജുഷേ, അതുകൊണ്ടല്ലേ ചോദ്യം ആവർത്തിക്കുന്നു. അല്ല ഞാൻ അല്ല പറഞ്ഞതല്ല. അല്ല ഞങ്ങൾ അല്ല, തേർഡ് കോൺഗ്രസ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ ന്യൂസ് 18 ചാനലിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ആരാണ്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണോ? ജയശങ്കർ ആണോ? രാജ്നാഥ് സിംഗ് ആണോ? സൈന്യ തലവനാണോ? അങ്ങനെയാണെങ്കിൽ മഞ്ജുഷ പറ. ഞങ്ങൾ ന്യൂസ് 18 അല്ലല്ല, ഞാൻ പോട്ടെ, ട്രംപിനെ നിങ്ങൾ വിശ്വാസത്തിലെടുക്കുകയാണോ? ട്രംപ് പറഞ്ഞത് നിങ്ങൾ വിശ്വാസത്തിലെടുത്തു, രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രിയും വിദേശകാര്യ സെക്രട്ടറിയും വിശ്വാസത്തിലെടുത്തില്ല. ട്രംപ് ആദ്യം എങ്ങനെ പറഞ്ഞു? അന്ന് ഇതേപോലെ ഒരു ചർച്ചയ്ക്ക് വന്ന സമയത്ത് ഇപ്പൊ വിശദീകരിക്കുന്നത് പോലെ അന്ന് വിശദീകരിച്ചത് നേരെ തിരിച്ചായിരുന്നു. അന്ന് വിശദീകരിച്ചത് എന്താ, ഒരു പൈസ അവർ വായ്പ ചോദിച്ചു, അത് വായ്പ കിട്ടണമെങ്കിൽ ഇത് ചെയ്യണമെന്ന് പാകിസ്ഥാനോട് പറഞ്ഞു, അതുകൊണ്ടാണ് ചെയ്തതൊക്കെ വലിയ വായിൽ പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ അതല്ലല്ലോ ഇന്ത്യയുടെ വിദേശ നയം. എന്തിന് തേർഡ് പാർട്ടി വന്നു? ഇത് രണ്ട് ഉഭയകക്ഷിയാണ്, അവിടെ എങ്ങനെ തേർഡ് പാർട്ടി വന്നു എന്ന ചോദ്യം ചോദിക്കാൻ പോലും ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം കിട്ടിയാൽ പോരെ. പിന്നെ ഇവിടെ ഞങ്ങൾ സൈന്യത്തിനെയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള സമയത്ത് സൈന്യത്തിന് പിന്തുണ കൊടുക്കാതിരുന്നിട്ടില്ല. ഇന്ന് രാഹുൽ ഗാന്ധി ഉള്ളത് പൂഞ്ചിലാണ്, പരിക്കേറ്റ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തേ രാഹുൽ ഗാന്ധി നിർഭയനായി കൊണ്ട് പൂഞ്ചിലേക്ക് പോയി ആളുകളെ കണ്ടു. അപ്പൊ അത് അവിടെയുള്ള ഗ്രാമക്കാരെ കണ്ടു, അവിടുത്തെ പട്ടാളക്കാരെ കണ്ടു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാം, ആർക്കും ചോദ്യം ചെയ്യാം. നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്യാം, അതിലൊന്നും യാതൊരു പ്രയാസവുമില്ല. ഇന്ദിരാഗാന്ധിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അതിലും പ്രയാസമില്ല. ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നേരത്തെ കൊടുത്തു കഴിഞ്ഞ സർട്ടിഫിക്കറ്റുമാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ സമയത്ത് പൊതുസമ്മേളനങ്ങൾ നടത്തി, പൊതുയോഗങ്ങൾ നടത്തി ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന് ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കാം. ആദ്യം മാന്യത കാണിക്കേണ്ടത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അത് കാണിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം ഇതിനെ പ്രചരണമാക്കിയെടുക്കുകയാണ്, BJP ഇതിനെ പ്രചരണമാക്കിയെടുക്കുകയാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം പേരുകാരി ഉദ്യോഗസ്ഥ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ആഞ്ഞടിക്കുന്ന മന്ത്രിമാരുള്ള ഇടമായിക്കൊണ്ട്, സുപ്രീം കോടതിയിൽ തെറി മന്ത്രിമാർക്ക് കേൾക്കുന്ന ഇടമായിക്കൊണ്ട് ഭാരതമാർ എന്തിനിങ്ങനെ വർഗീയതയെ കച്ചവടം ചെയ്യണം എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ് എന്ന ധാരണ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ആ ധാരണയ്ക്ക് അനുസരിച്ച് തന്നെയാണ് സൈന്യത്തിന് 100% പിന്തുണ കൊടുത്തത്. ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് കോൺഗ്രസിനെ കീറി മുറിക്കാൻ, കോൺഗ്രസിന്റെ നയങ്ങൾ തെറ്റാണ്, കോൺഗ്രസ് പാകിസ്ഥാനെ പ്രൊപ്പഗേറ്റ് ആയുധം കൊടുക്കുകയാണ്, രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ ആയുധമാണ് എന്ന് പറഞ്ഞാൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ രാജ്യസ്നേഹത്തിലോ ഞങ്ങളുടെ നിലപാടിലോ ആർക്ക് സംശയമുണ്ടെങ്കിലും അതിനോട് പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. എന്ന് തന്നെയാണ്, അതിന് വ്യക്തമായ ഉത്തരങ്ങൾ വന്നിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ വാദം. നോക്കൂ മഞ്ജുഷ്, ഇവിടെ 26 ആളുകളുടെ ജീവനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ തീവ്രവാദികൾ എവിടെ എന്ന ചോദ്യം? അതൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ള ആളുകൾ ആരൊക്കെയാണ്, ഇതിന്റെ മാസ്റ്റർ മൈൻഡ്സ് ആരൊക്കെയാണ്, അതൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. പക്ഷെ ഇവിടെ കോൺഗ്രസ് ചെയ്യുന്നത് അതല്ലല്ലോ. ഇവിടെ ജയശങ്കർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ മിസ്റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന് മല്ലികാർജുൻ ഖാർഗെ ഒരു മൈതാന പ്രസംഗം നടത്തുക, പിന്നെ പാകിസ്ഥാൻ പറഞ്ഞാൽ നമ്മൾക്ക് എന്താ വിശ്വസിച്ചുകൂടെ എന്ന് ഇവരുടെ ജമ്മുവിലെ നേതാവ് പറയുക, KPCCന്റെ ഹാൻഡിൽ മറ്റൊരു രീതിയിൽ കാര്യങ്ങൾ ട്വീറ്റ് ചെയ്യുക. അവിടെയാണ് പ്രശ്നം. അതിനല്ലേ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രസക്തമായ ചോദ്യങ്ങൾ അത് വേണ്ട എന്നൊന്നും ആരും പറയുന്നില്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഏതൊരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നിട്ടുണ്ടെങ്കിലും, അത് ഏത് കാലത്ത് നടന്നതാണെങ്കിലും, അതുപോലെ ശിവരാജ് പാട്ടീലിന്റെ കാലത്ത് നടന്നതാണെങ്കിലും ഈ സമയത്തുള്ളതാണെങ്കിൽ പോലും നമുക്ക് എല്ലാം തന്നെ സെക്യൂരിറ്റി ഫെയിലിയർ തന്നെയാണ്. അതിപ്പോ മുംബൈ അറ്റാക്ക് ആണെങ്കിലും, അല്ലെങ്കിൽ ഡൽഹി സ്ഫോടനങ്ങളാണെങ്കിലും, മറ്റേത് സ്ഥലത്ത് നടന്നിട്ടുള്ള എന്താ പറയുക ഇതുപോലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റി, അതൊക്കെ തന്നെ ഒരു സെക്യൂരിറ്റി ലാപ്സ് ആയിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. അതൊരു സെക്യൂരിറ്റി ലാപ്സ് അല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അതിനെ സെക്യൂരിറ്റി ലാപ്സ് അല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ആരും ശ്രമിക്കുന്നുണ്ടോ? അപ്പം ഈ പറഞ്ഞ പോലെ പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാതെ ഇവിടെ ഒരു പ്രോപ്പഗാൻഡ ക്യാമ്പയിൻ നടത്തുന്നു എന്ന് പറയാൻ കാരണം ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ്. കാരണം ഈ എന്താ പറയുക ഒരു പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള, പാകിസ്ഥാൻ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ അതാണ് ഇവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യണം. കാരണം പാകിസ്ഥാൻ അത് യൂസ് ചെയ്തിട്ടാണ് വളരെയധികം അവരുടെ മാധ്യമങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഈ പറഞ്ഞ പോലെ കർണാടകത്തിലെ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ്സും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഈ പറഞ്ഞ പോലെ KPCCയുടെ ഹാൻഡിലിന്റെ ട്വീറ്റും, ഇതൊക്കെയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റിൽ ഓൺ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഈ രാജ്യത്തോടൊപ്പം നിൽക്കാൻ കഴിയാത്തത് എന്നതാണ് ഇവിടെ ചോദ്യം. പിന്നെ അദ്ദേഹം പ്രധാനമന്ത്രി എന്താ പറയാ ബീഹാറിലേക്ക് പോയത് ഇതൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് സെലിബ്രേറ്ററി ഇവന്റ്സ് ഒഴിവാക്കുക എന്നതായിരുന്നു അതിലെ മെയിൻ ഉദ്ദേശം. അത് ഒഴിവാക്കിയിട്ടുകൊണ്ട് വിഴിഞ്ഞം പോർട്ടിലേക്ക് എന്താ ഉദ്ഘാടനത്തിന് വന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ രാജ്യത്തിന്റെ ലീഡേഴ്സിന്റെ ബോഡി ലാംഗ്വേജ് വളരെയധികം ഈ ഇന്റർനാഷണൽ പ്രസ് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യും. നമ്മുടെ പ്രധാനമന്ത്രി മെയിൻറ്റെയിൻ ചെയ്ത് വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ മൊത്തം ഹാൻഡിൽ ചെയ്തു.
അപ്പൊ ഇന്ത്യയുടെ റെസ്പോൺസ് എന്താണെന്നും ഇന്ത്യ ഒരു എന്താ പറയാ ഇതുകൊണ്ടൊന്നും പതറിയിട്ടില്ല എന്നും ഒരു വലിയ സ്ട്രോങ് മെസ്സേജ് ആയിരുന്നു നമ്മൾ ആ സമയത്ത് കൊടുത്തത്. മാത്രമല്ല ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല. ഇന്ത്യ കൃത്യമായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാകിസ്ഥാനിലെ ടെറർ ക്യാമ്പ്സ് ആണ് അറ്റാക്ക് ചെയ്തത്. അത് ഇന്ത്യ നല്ല ഭംഗിയായി ചെയ്ത് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ലോകത്തിന്റെ സപ്പോർട്ട് നമുക്കുണ്ടായി. അതായത് ഈ പറഞ്ഞ പോലെ വെസ്റ്റിന്റെ അല്ലെങ്കിൽ ഈ പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ചൈന പോലും ഈ ടെററിസ്റ്റ് അറ്റാക്കിനെ അപലപിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. അപ്പൊ ഇന്ത്യക്ക് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പറ്റിയ മെസ്സേജ് വലിയ മെസ്സേജ് ആയിരുന്നു. പിന്നെ ഇവിടെ നേരത്തെ അമിത് മാൽവിയ രാഹുൽ ഗാന്ധിയെ മീർ ജാഫർ ആയിട്ട് കമ്പയർ ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ പാകിസ്ഥാന്റെ ജനറൽ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് അസിം മുനീർ ആയിട്ട് കമ്പയർ ചെയ്യുന്നതൊക്കെ ഇവർ പറയുന്നുണ്ട്. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇവരുടെ തന്നെ ഒരു വക്താവുണ്ടല്ലോ സുപ്രിയ ശ്രീനേഷ്, ഈ ചർച്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെയൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള അവരുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അവര് പ്രധാനമന്ത്രിയുടെ തലയില്ലാതെ ഗായബ് എന്ന് എഴുതിയിട്ടൊരു ട്വീറ്റ് ഇട്ടിരുന്നു. അത് വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടല്ലോ. അതായിരുന്നു ഇതിനൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ട്വിറ്റർ വാർത്തയാണ് തുടക്കമിട്ടത് സുപ്രിയ ശ്രീനേഷ് ആയിരുന്നു ആക്ച്വലി. അപ്പം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായി ഷെയർ ചെയ്യൂ. ബി.ജെ.പിയുടെ IT സെൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സപ്രസ് ചെയ്ത് വെക്കണം എന്ന നിലപാടൊക്കെ അതൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ഈ സമയത്ത് അത് ഒഴിവാക്കണം എന്നതാണ് ആക്ച്വലി ഒരു റെസ്പോൺസിബിൾ പ്രതിപക്ഷവും ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷെ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അവരാണ് ഇങ്ങനത്തെ ഈ ഒരു സ്മിയർ ക്യാമ്പയിൻ തുടങ്ങിയത് പ്രധാനമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അതായത് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ അപ്രസക്തമായിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡ മോഡലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്ത് സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ക്യാമ്പയിൻസ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഇതിന് രണ്ടിനും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. അപ്പൊ സ്മിയർ ക്യാമ്പയിൻസ് രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന് എന്താ പറയുക, ബി.ജെ.പിയുടെ IT സെല്ല് മാത്രം പടച്ചുവിട്ട പോലെയൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ട്രംപിന്റെ കാര്യം പറയുന്നുണ്ട്. ട്രംപ് ഇടപെട്ട് നിർത്തലാക്കാൻ നോക്കി, അതിന് എന്തുകൊണ്ടൊരു നമ്മൾ ഒഫീഷ്യൽ റെസ്പോൺസ് കൊടുത്തില്ല എന്നത്. നമ്മുടെ ഗവൺമെന്റ് സോഴ്സസ് വളരെ കൃത്യമായി കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൽ ഞങ്ങൾക്ക് ഒരു മീഡിയേറ്ററിന്റെ ആവശ്യം വന്നിട്ടില്ല, ഞങ്ങൾക്ക് ഇതിലൊരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. പാകിസ്ഥാന്റെ DGMO ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു, DGMO ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യ ഒരിക്കലും ഒരു വാർ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. വാർ ആഗ്രഹിക്കാത്ത ഇന്ത്യ സീസ് ഫയറിന് അഗ്രി ചെയ്യുകയായിരുന്നു. അതാണ് ഇവിടെ ഉണ്ടായത്. അപ്പം നമ്മുടെ പൊസിഷൻ എന്താന്നുള്ളത് ഈ ഒരു യുദ്ധത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ രാജ്യത്തെ ഓരോ കുട്ടിക്ക് പോലും ക്ലിയർ ആണ്. പക്ഷെ കോൺഗ്രസിന് മാത്രം അത് ക്ലിയർ ആവുന്നില്ല. അവിടെയാണ് പ്രശ്നം. കാരണം കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമായിട്ടുള്ള ഈ രാജ്യത്ത് എല്ലാവരും, ഞാനടക്കമുള്ള ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ നമുക്കതിൽ അവരെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളല്ല, അവരിവിടെ നടത്തുന്നത് മറ്റൊരു പ്രൊപ്പഗാൻഡ ക്യാമ്പയിൻ ആണ്. ആ പ്രൊപ്പഗാൻഡ ക്യാമ്പയിന്റെ മറ പിടിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ അവരുടെ ഡിപ്ലോമാറ്റിക് മിഷൻ പോലും ഇനി അയക്കാൻ പോകുന്നത്. അവിടെ പോയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ, കർണാടകത്തിലെ മിനിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ എന്താ പറയാ ബിലാവൽ ഭൂട്ടോ ഇതിന് മുമ്പും പലപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ കൂട്ട് ചെയ്യാറുണ്ടല്ലോ. ശരിയാണ് ശ്രീ നിജേഷ്, അതിനുള്ള മറുപടി കാരണം ഇതേ കാര്യങ്ങൾ തന്നെ രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പാകിസ്ഥാൻ ആ സംഘത്തോട് പറഞ്ഞു വിടും. ആ സംഘം പോയി മറ്റു രാജ്യങ്ങളെ അറിയിക്കാൻ പോകുന്നത് രാജ്യത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ കാര്യങ്ങളായിരിക്കും. അല്ല, ഇവിടെ കോൺഗ്രസിനെതിരെ എന്തും പറയാം. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ കോൺഗ്രസ് രാജ്യത്തോടൊപ്പം നിൽക്കുന്നില്ല. എവിടെയാണ് കോൺഗ്രസ് രാജ്യത്തോടൊപ്പം നിൽക്കാത്തത്? ഈ ഒരു പ്രത്യാക്രമണം വന്ന സമയത്ത് കോൺഗ്രസിന്റെ ഏത് നിലപാടാണ് രാജ്യത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാത്തത്? നിങ്ങൾ ഈ വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്നതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട്. ദയവേത് കോൺഗ്രസിന്റെ നിലപാടുകളെ നിങ്ങൾ പ്രഖ്യാപിക്കരുത്. അത് ശരിയല്ല. രാജ്യത്തിന്റെ നിലപാട് സർവകക്ഷി യോഗം വിളിച്ച് കോൺഗ്രസിന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കി എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന്റെ സ്റ്റാൻഡ് അതാണ്. പിന്നീട് ചോദ്യം ചോദിക്കാൻ പാടില്ല. എങ്ങനെ സീസ് ഫയർ വന്നു, എങ്ങനെ വെടിനിർത്തലുണ്ട്? ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, നിരീക്ഷകൻ പറഞ്ഞല്ലോ, പാകിസ്ഥാന്റെ DGM പറഞ്ഞത് കൊണ്ടാണ്. അല്ലെ, എവിടെ ഞാൻ ഏത് ചർച്ചയുടെ ഭാഗമാണ് നിങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ടല്ലോ മിസ്റ്റർ. നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടു. നിങ്ങൾ പ്രകോപനം ഉണ്ടാവല്ലേ, പ്രകോപിതനാവല്ലേ? ഞങ്ങൾ പറയുന്നത് കൂടി നിങ്ങൾ കേൾക്ക്. ഞങ്ങൾ ചോദിക്കുന്നത് എവിടെയാണ് ഈ വെടിനിർത്തൽ കരാർ ഉണ്ടായത്? നിങ്ങൾ തന്നെ പറഞ്ഞു പാകിസ്ഥാന്റെ DGM വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ അത് ചെയ്തത് എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമാണോ? അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനോട് നേരത്തെ വിളിച്ചു ചോദിച്ചാൽ പാകിസ്ഥാന്റെ വെർഷനാണോ നിങ്ങൾക്ക് വിശ്വാസയോഗ്യം, അതോ ഇന്ത്യയുടെ വെർഷനാണോ, അതോ ഇന്ത്യയുടെ വെർഷനാണോ പാകിസ്ഥാന്റെയും ട്രംപിന്റെയും വെർഷനാണോ നിങ്ങൾക്ക് വിശ്വാസയോഗ്യം എന്നതേ ഉള്ളൂ. മഞ്ജുഷേ, നിങ്ങളിനി എത്ര ഉറക്കെ പറഞ്ഞാലും ശരി, എന്നാണ് വെടിനിർത്തൽ വന്നത്? ആരാണ് പ്രഖ്യാപിച്ചത്? ട്രംപ് പ്രഖ്യാപിച്ചു എന്നാണ് നിങ്ങൾ ഏത് പത്രത്തിലാണെന്ന് പറഞ്ഞ? ട്രംപ് അല്ലാതെ മറ്റാരാണ് പ്രഖ്യാപിച്ചതെന്ന് താങ്കൾ പറഞ്ഞ? ഏതെങ്കിലും ഒരു വാർത്ത, ഏതെങ്കിലും ഒരു പത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ
നമ്മുടെ ഗവൺമെന്റ് സോഴ്സസിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവരുടെ DGMO ഏത് സമയത്ത് നമ്മളെ ബന്ധപ്പെട്ടു വന്നു, അതിനുശേഷം ഉണ്ടായ ഡിസ്കഷൻ എന്താണ്. അപ്പൊ താങ്കൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാണോ വന്നിട്ട് ട്രംപ് ഇടപെട്ടു? അല്ല, എന്തെങ്കിലും വിളിച്ചു പറയാൻ താങ്കൾക്ക് തോന്നുന്നു. ഞാൻ പറയുന്നു കൃത്യമായിട്ടുണ്ടല്ലോ ഇന്ത്യൻ DGMOയെ പാക് DGMO വിളിച്ചു എന്നുള്ള കാര്യം ഇന്ത്യ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ അവിടെ ട്രംപിനെ വിശ്വസിക്കുകയാണ്. ഈ ട്രംപ് പറയുന്ന കാര്യം തന്നെയാണ് പാകിസ്ഥാനും പറയുന്നത്. എല്ലാ ദിവസത്തെയും നിങ്ങളുടെ പിറകോട്ട് സഞ്ചരിക്കേ, മഞ്ജുഷ് എടുത്ത് പരിശോധിക്കേ. വെടിനിർത്തൽ വന്ന ദിവസം വന്ന സമയത്ത് News 18 ചാനൽ വന്ന വാർത്ത മഞ്ജുഷ് ഒന്ന് പ്രക്ഷേപണം ചെയ്യും. ട്രംപ് ട്വീറ്റ് ചെയ്ത് എല്ലാവരും കൊടുത്തതാണ്. അത് അങ്ങനെ തന്നെയുണ്ട്. ആ ട്വീറ്റ് അങ്ങനെ തന്നെയുണ്ട്. ട്രംപ് അന്ന് പറഞ്ഞതും പിറ്റേ ദിവസം പറഞ്ഞതും അത് കഴിഞ്ഞ് സൗദിയിൽ പറഞ്ഞതിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഇത് ഇന്ത്യ കൃത്യമായിട്ട് ഇന്ത്യയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. പാക് DGMO ഇന്ത്യൻ DGMOയെ വിളിച്ചു, അതിന് സമയം കൃത്യമായിട്ട് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ല. നിങ്ങൾ ഇപ്പോഴും ട്രംപ് പറഞ്ഞ അതേ കാര്യം പാകിസ്ഥാൻ പറയുമ്പോൾ അതും വിശ്വസിക്കുകയാണ് നിങ്ങൾ. അല്ല, ഞങ്ങൾ വിശ്വസിക്കാനേ. എങ്ങനെ ട്രംപ് ആദ്യം പറഞ്ഞു? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ പ്രഖ്യാപിക്കേണ്ടത്? ഇന്ത്യക്ക് ഇക്കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അത് പ്രകാരം കൃത്യമായിട്ട് ഇന്ത്യ അത് അറിയിച്ചിട്ടുണ്ട്. തെളിവുകൾ സഹിതം ഇന്ത്യ എങ്ങനെ ഈ സീസ്ഫയറിന് തയ്യാറായി എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. അത് കൃത്യമായ ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയാണ് പാക് വ്യോമത്താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയത്. ഇന്ത്യയിൽ ഒരു ഡാമേജ് ഏൽപ്പിക്കുവാനും പാകിസ്ഥാന് കഴിഞ്ഞിട്ടുമില്ല. ഇതൊക്കെ കൃത്യമായിട്ട് ഇന്ത്യ അറിയിച്ചിട്ടുള്ളതാണ്. അത് ഏത് രീതിയിലാണ് വെടിനിർത്തലിനുള്ള സാഹചര്യം ഒരുക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ട്രംപിനെയും പാകിസ്ഥാനെയുമാണ്. മഞ്ജുഷിന്റെ സംസാരം കേട്ടാൽ ചർച്ചയുടെ അവസാനത്തിൽ സൈന്യത്തിന്റെ നിലപാടുകൾക്ക് എതിരാണ് ഞങ്ങൾ എന്നൊരു വേർഷൻ ഉണ്ടാക്കി. ഞങ്ങൾ ഇന്ത്യൻ സൈന്യമെടുത്ത നിലപാടുകളോട് അന്നും ഇന്നും എപ്പോഴും ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് പോകുന്നത്. രാഷ്ട്രീയ നിലപാടുകളെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് എന്റെ ചോദ്യങ്ങൾ വന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യാനോ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു അധികാരവും ഒരു നിരീക്ഷകനും ഒരു ചാനൽ അവതാരകനും ഞങ്ങൾ കൊടുത്തിട്ടില്ല. പ്രസക്തമായ ചോദ്യങ്ങൾ അതേ രീതിയിൽ അംഗീകരിക്കും. പക്ഷെ ഇവിടെ ട്രംപാണ് സീസ്ഫയർ ഇടനിലക്കാരനായിട്ട് വന്നത്. അത് പാകിസ്ഥാൻ പറയുന്ന കാര്യമാണ്, ട്രംപ് പറയുന്ന കാര്യമാണ്. ട്രംപ് അതിലും തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. ഇന്ത്യ പറയുന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് തന്നെ നിങ്ങൾ കാണുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എങ്ങനെ ഞങ്ങൾ ചോദിച്ചത് ഇതിലൊരു മൂന്നാം കക്ഷി ഇടപെടാൻ അനുസരിച്ചിട്ടുണ്ടോ? സർക്കാർ പറയട്ടെ. അതിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത് പാർലമെന്റ് സമ്മേളനം വിളിക്കട്ടെ. ഇവിടെ നിരീക്ഷകനും ഞാനും മഞ്ജുഷും ഒരുമിച്ചിരുന്ന് അല്ലല്ലോ ചർച്ച ഇതിന്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇന്ത്യയുടെ 130 കോടി ജനങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളുടെ യോഗം വിളിച്ച് പാർലമെന്റ് വിളിച്ച് അതിനകത്ത് ഈ കാര്യം പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ അതിന് റിപ്ലൈ തന്നേക്കട്ടെന്ന്. ജനാധിപത്യ രാജ്യമല്ല ഇന്ത്യ. ശരിയാണ്. ശ്രീ എം എസ് വേണുഗോപാൽ, ഈ പാർലമെന്റ് വിളിക്കണം എന്നുള്ള കാര്യം ന്യായമാണ്. തീർച്ചയായിട്ടും പാർലമെന്റ് വിളിക്കേണ്ടതാണ്. പക്ഷേ അതിൻ്റെ സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ എന്നുകൂടെ നമ്മൾ നോക്കേണ്ടതാണ്. കാരണം നമ്മളിപ്പോഴും സമാനമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിത്യേന എല്ലാ സംസ്ഥാനത്തും പോയി രാഷ്ട്രീയ മൈതാന പ്രസംഗം നടത്തുന്ന സമയമായിട്ടും ഇവിടെ അതിന് പാകപ്പെട്ടില്ല എന്ന് പറയുന്നത് എന്താർത്ഥം? ഒരു എമർജൻസി സിറ്റുവേഷനിലല്ലേ രാഷ്ട്ര തീരുമാനം എടുക്കേണ്ടത്? ആ തീരുമാനം എടുക്കേണ്ട സ്ഥലമല്ലേ പാർലമെന്റ്? ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അത് മൈതാന പ്രസംഗമായിട്ടാണ് കോൺഗ്രസ് കാണുന്നത്. രാഷ്ട്രീയ അതുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ വിശദീകരിക്കട്ടെ. BJPയുടെ യോഗത്തിൽ വന്ന് വിശദീകരിച്ചാൽ അത് മൈതാന പ്രസംഗമാണ്. സൗദി അറേബ്യയിൽ നിന്ന് നേരെ വന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് രാഷ്ട്രീയ പ്രസംഗമാണ്, അത് മൈതാന പ്രസംഗമാണ്. അദ്ദേഹത്തിന്റെ സിരകളിലൂടെ ഒഴുകുന്നത് ഒരു ദിവസം ഗുജറാത്തിയാണ്, പണമാണ് എന്ന് പറയുന്നു. ഇന്നലെ അദ്ദേഹം പറയുന്നത് എന്റെ സിരകളിലൂടെ ഒഴുകുന്നത് സിന്ദൂരമാണ് എന്ന് പറയുന്നു, ചൂടുള്ള സിന്ദൂരമാണ് എന്ന് പറയുന്നു. അതിനൊക്കെ ഞങ്ങൾ രാഷ്ട്രീയത്തിന്റെ അർത്ഥമാണ് കൊടുക്കുന്നത്. അതിനെ മുതലെടുക്കാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് എന്ന അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരൻ ചെയ്യുന്നത് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നതും. ഇന്ത്യയുടെ പാർലമെന്റ് വിളിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വല്ലപ്പോഴും വരുന്ന സ്ഥലമാണല്ലോ, അദ്ദേഹത്തിന് വരാൻ സമയമുണ്ടാവാറില്ലല്ലോ. അവിടെ വന്ന് വിശദീകരിക്കട്ടെ. ചോദ്യം രാഹുൽ ഗാന്ധിയുടെ മൂന്നാമത്തെ ചോദ്യമായിട്ട് നരേന്ദ്രമോദിയോട് ഉന്നയിച്ചതാണ്. കാരണം ക്യാമറയുടെ മുന്നിൽ മാത്രം താങ്കളുടെ രക്തം തിളയ്ക്കുന്നത് എന്തിനാണ് എന്ന്. ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്. സങ്കുചിത കക്ഷി രാഷ്ട്രീയ സമീപനം ഇന്ത്യയിലെ പ്രതിപക്ഷം എടുക്കുന്നു എന്ന് പലരും ചോദിക്കുന്നത് ഈ സന്ദർഭത്തിലാണ്. കാരണം ഇന്ത്യ ഗവൺമെൻറ് ചെയ്തത് എന്താണ്? ഇന്ത്യയിലെ 7 സമിതികളെ, പ്രതിപക്ഷം ഉൾപ്പെട്ട 7 സമിതികളെ നമ്മൾ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് അയക്കുകയാണ്. അത് വെറുതെ അല്ല അയക്കുന്നത്. നമ്മൾ
ചെയ്തത് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കാനാണ് അയക്കുന്നത്. അപ്പോൾ അവരെ ആ വിധത്തിൽ ബ്രീഫ് ചെയ്തിട്ടുണ്ടെന്ന് അതിൻ്റെ നേതാക്കളെല്ലാം തന്നെ പറയുകയാണ്. അപ്പോൾ അത് നടത്തിയത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സെക്രട്ടറി ശ്രീ വിക്രം മിശ്രയാണ്. അദ്ദേഹം അത് വളരെ കൂലങ്കഷമായിട്ട് എല്ലാ വിഷയങ്ങളും ഓരോ കമ്മിറ്റിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ എന്താണ് പറയേണ്ടത് അതിനെക്കുറിച്ച് പരസ്പരം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളെല്ലാം ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുകയും അവരോടെല്ലാം ഡിസ്കസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോകുമ്പോൾ അത് പോരാ, ഞങ്ങൾക്ക് പാർലമെൻറ്റിലിട്ട് ഇത് അലക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം വേറെയാണ്. അല്ലെങ്കിൽ ഒരു സർവകക്ഷിയും കൂടെ വിളിക്കാൻ പറയുന്നത് മനസ്സിലാക്കാം. ഇതിന് ഒരു സർവകക്ഷിയും കൂടെ വിളിക്കാൻ പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. പാർലമെന്റ് വിളിക്കേണ്ടെന്നല്ലേ പറഞ്ഞു. പാർലമെന്റ് വിളിക്കുന്നതിന് ഒരു സമയമുണ്ട്. നമ്മൾ ലോകത്ത് യുദ്ധസമാനമായ ഒരു സാഹചര്യം നിൽക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. ആ സന്ദർഭത്തിൽ നമ്മൾ പാർലമെന്റ് വിളിച്ച് നമ്മളിവിടെ ഈ വിഷയം അലക്കിയാൽ ഇന്ത്യൻ പാർലമെന്റ് അഭിപ്രായം ഇതാണെന്ന് പാകിസ്ഥാൻ പറയും. ആ ഒരു ഭീകര സന്ദർഭം കൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമെങ്കിൽ അത് ശരിയാണോ എന്ന് കോൺഗ്രസ് വളരെയധികം ആലോചിക്കേണ്ടതാണ്. ഇന്ത്യയുടെ പാർലമെന്റ് കൂടി അവിടെ അലമ്പുണ്ടാക്കി ഈ വിഷയങ്ങളെല്ലാം സംസാരിച്ച് പാകിസ്ഥാന്റെ നാവായിട്ട് ഇന്ത്യൻ പാർലമെന്റ് മാറുന്നു എന്ന് സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് വളരെ തീർച്ചയായിട്ടും പാർലമെന്റ് വിളിക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ പാർലമെന്റ് വിളിക്കേണ്ടത് ഒരു അന്തരീക്ഷം തണുത്തതിന് ശേഷം നമ്മളിപ്പോ വിട്ടിരിക്കുന്ന സമിതി പോയി ഓരോ രാഷ്ട്രങ്ങളും വിശദീകരിച്ച് വന്നതിന് ശേഷം അവരുടെയും കൂടെ അഭിപ്രായം കേട്ടുകൊണ്ട് അവരും കൂടെ ഇരിക്കുന്ന ഒരു സഭയിൽ പാർലമെന്റിൽ ഇത് ഉന്നയിക്കുമ്പോൾ പരസ്പരം എല്ലാവർക്കും അതിനുള്ള മറുപടി. കാരണം ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ പ്രതിപക്ഷത്തിന്റെ കാര്യങ്ങളെല്ലാം അവിടെ പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പ്രതിപക്ഷം പറയുന്നത് എന്ന് പാകിസ്ഥാൻ അവിടെ ഉപയോഗിക്കുന്നത്, പാകിസ്ഥാൻ മീഡിയകൾ. അപ്പോൾ പാർലമെന്റിൽ കൂടി നിങ്ങൾ ഇതേ വിഷയം ഉന്നയിച്ച് പാകിസ്ഥാന് കൂടുതൽ ശക്തി നൽകുവാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ വാദം. താങ്കളുടെ മറുപടി. അപ്പൊ ചോദിക്കട്ടെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിക്കൊണ്ട് പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് എന്നും പ്രതിപക്ഷത്തിന്റെ ആളുകളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഒരു ചിന്ത ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വന്നിട്ടുണ്ട് എങ്കിൽ, രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന് വന്നിട്ടുണ്ട് എങ്കിൽ അത് നല്ലത് എന്നാണ് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്, ഞങ്ങളുടെ ആളുകളെ ഇന്ത്യയുടെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള രാജ്യം പുറത്തു പോയി റെപ്രസെന്റ് ചെയ്യുമ്പോൾ രാജ്യത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവർ പോയി പറയുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവര് പാർലമെന്റിനകത്ത് മറ്റൊന്ന് പറയുമെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റേ വേണ്ട എന്ന നിലപാടെടുത്തു എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യമാണെന്ന് മഞ്ജുഷ തോന്നുന്നുണ്ടോ? ഈ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തതാണ്. കാരണം സർവകക്ഷി സംഘം പോട്ടെ, അവർ പോയി ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കട്ടെ എന്ന്. ഇതേ നിലപാട് എന്തുകൊണ്ട് പാർലമെന്റ് ചേരുന്നതിൽ എടുത്തുകൂടാ? ഒരു ജനാധിപത്യ രാജ്യത്തിൽ ശ്രീ മഞ്ജുഷ്, ഒരു ഗവൺമെന്റ് ഈസ് ഡിറൈവിംഗ് പവർ ഫ്രം ദ പീപ്പിൾ. ജനങ്ങളിൽ നിന്നാണ് ശക്തി സമാഹരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്തെ ജനകീയ സഭയാണ് പാർലമെന്റ്. അതായത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് പാർലമെന്റ്. ആ അർത്ഥത്തിൽ നോക്കിയാൽ പാർലമെന്റാണ് ആത്യന്തികമായ ജനപക്ഷത്ത് നിന്നുകൊണ്ട് രാജ്യത്തിന് തീരുമാനമെടുക്കാനുള്ള ഏറ്റവും ഉചിതമായ സമിതി, സ്ഥലം, ഇടം ഇന്ത്യയുടെ പാർലമെന്റിന്റെ അധോമണ്ഡലമായ ലോക്സഭയാണ്. കാരണം ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ലോക്സഭയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് സീനിയർ മെമ്പേഴ്സുള്ള രാജ്യസഭ കൂടി രംഗത്ത് വരുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടേണ്ടത് ന്യായമായ ഒരു കാര്യമാണ്. ഇവിടെ ഇസ്രയേലിൽ വലിയ തോതിൽ ആക്രമണം ഉണ്ടായി. 1280 പേര് മരിച്ചു. അത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം. ഇസ്രയേലിൻ്റെ പാർലമെൻറ്റ് നെസറ്റ് വിളിച്ചുകൂട്ടി. അവിടെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അതിനെതിരെ ഹമാസിനെതിരെ മറുപടി കൊടുക്കണം, അത് ശക്തമായി പ്രതികരിക്കണം എന്ന തീരുമാനമുണ്ടായി. അപ്പം അവിടുത്തെ ജനാധിപത്യം വളരെ മെച്ചൂറാണ്. ഇവിടുത്തെ ജനാധിപത്യം അത്ര മെച്ചൂർ അല്ല എന്ന ഒരു നറേറ്റീവ് ഏതെങ്കിലും ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ് ആണെന്ന് പറയും. അതുകൊണ്ട് എനിക്കൊരു അഭിപ്രായമില്ല. പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടിയിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടി നിരുത്തരവാദപരമായ നിലപാടെടുക്കുമായിരുന്നു എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിൽ ഞാൻ യുക്തി കാണുന്നില്ല. പക്ഷേ ഇവിടെ ഒരു മൊത്തത്തിൽ ഒരു ചിന്താധാരയുണ്ടായി. ഒരു റൂളിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഇടയിൽ ഒരു ചിന്താധാരയുണ്ടായി. മുൻകാലങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ ചില പ്രസ്താവനകൾ, കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചില പ്രസ്താവനകൾ, ചില ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ അസുഖകരമായ ചില ചോദ്യങ്ങളാണ്. പക്ഷേ അത് സത്യമാണ്. ഈ ചോദ്യങ്ങൾ ന്യായമായ ചോദ്യങ്ങളാണ്, പക്ഷേ അസുഖകരമായ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ പാർലമെൻറ്റിൽ വന്നാൽ
ആ ചോദ്യങ്ങൾ എടുത്തിട്ട് അലക്കും പാർലമെന്റിൽ. അത് ഗവൺമെന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്, സംശയമില്ല. അതിന് മറുപടി ഗവൺമെന്റ് പറഞ്ഞേക്കാം. പക്ഷേ ഇതേ ചോദ്യങ്ങളാണ് പാകിസ്ഥാൻ ലോകവേദികളിൽ ഉന്നയിക്കാൻ പോകുന്നത്. ആ ഒരു സാധ്യത, കാരണം പാകിസ്ഥാൻ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ഉചിതമായ ശക്തമായ ജനാധിപത്യ രാജ്യമാണ് കേട്ടോ. പാകിസ്ഥാൻ അങ്ങനെയല്ല, ജുണ്ട പോലെയാണ്, ഒരു ഗൈഡ് ഡെമോക്രസി അല്ലെങ്കിൽ ഒരു പിന്നിൽ പട്ടാളം ഭരിക്കുന്ന ഒരു പാവ ഗവൺമെൻറ്റാണ്. അവർക്ക് ധാർമ്മികത, രാഷ്ട്രീയ ധാർമ്മികത, ജനാധിപത്യ മൂല്യങ്ങൾ ഒന്നും തന്നെ ബാധകമല്ല. ഇവിടെ പറയുന്ന എല്ലാ വാദഗതികളും ലോകവേദികളിൽ അലക്കാൻ വേണ്ടി ഇന്ത്യക്കെതിരെ ഉപയോഗിക്കും എന്ന ഒരു ഭയപ്പാടുണ്ടായിരുന്നു ഒരുപക്ഷെ ദ തിങ്ക് ടാങ്ക്, റൂളിംഗ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു തിങ്ക് ടാങ്കിൽ. അതുകൊണ്ടാണ് ഒരുപക്ഷെ പാർലമെന്റിനെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ തീരുമാനമെടുത്തു. പക്ഷേ പാർട്ടികളുമായി കൺസൾട്ട് ചെയ്തു, അതിൽ ചില പാകപ്പിഴകൾ സംഭവിച്ചു എന്ന് തന്നെയാണ് നിരീക്ഷണം. അതിനർത്ഥം കോൺഗ്രസുമായുള്ള കൺസൾട്ടേഷനിൽ പൂർണ്ണമായി കോൺഗ്രസ് പറഞ്ഞ പേരുകൾ അംഗീകരിക്കപ്പെട്ടില്ല. അതിന് രണ്ട് പക്ഷമുണ്ട്, എനിക്കും അതിന് രണ്ട് പക്ഷമുണ്ട്. കാരണം കോൺഗ്രസ് പലരോട് ചോദിക്കുമ്പോൾ ചോദിച്ചാൽ ആ പേരുകൾ കൊടുക്കാൻ നിർബന്ധിതരാകും, അല്ല എങ്കിൽ അവർക്ക് അതിനുള്ള കാരണം ബോധിപ്പിക്കാനുള്ള ഒരു എഴുത്തുകൂത്തുകൾ നടത്തേണ്ടതുണ്ട്. ഇതൊന്നുമില്ലാതെ ഏകപക്ഷീയമായി ശശി തരൂരിനെ തിരഞ്ഞെടുക്കുകയും അത് കറക്റ്റ് ചോയ്സാണ്, ദ റൈറ്റ് പേഴ്സൺ ടു റെപ്രസെന്റ് ഇന്ത്യ. പക്ഷേ അത് ചെയ്ത രീതിയെക്കുറിച്ച് കോൺഗ്രസിന് ശശി തരൂരിനെ വിടാൻ താല്പര്യമില്ലായിരുന്നുവല്ലോ. പക്ഷേ ശശി തരൂർ ഉചിതമായ ഒരു തീരുമാനം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതും. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ മറുപടി ആവശ്യമുള്ളതോ? മറുപടി ആവശ്യമുള്ളതെന്ന് 37% പ്രേക്ഷകർ, മറുപടി ആവശ്യമില്ലാത്തതെന്ന് 61% പ്രേക്ഷകർ. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.